നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. എത്ര മണിവരെയാണ്? ഒരു 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂറോളം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം. നമ്മൾ ഇന്നലെ കണ്ടത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ നീതി എത്ര വ്യത്യസ്തമാണെന്നും അത് വിശ്വാസത്താൽ നമ്മൾ സമ്പാദിക്കേണ്ടതാണ് എന്നും ഇന്നലെ നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായി. അങ്ങനെ അപ്പോസ്തലിക ഉപദേശം നമ്മെ ദൈവത്തിന്റെ നീതിയുടെ അടിമകളാക്കി മാറ്റുന്നു, ദാസന്മാരാക്കി മാറ്റുന്നു എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഈ ദാസ്യത്വം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ മേൽ വെക്കുകയാണ്. ശരിക്കും സംതിങ് ദാറ്റ് വി ആർ അൺഎബിൾ ടു ഡു. നമ്മുടെ ഫ്ലഷിന് അപ്പുറത്തുള്ള ഒരു റൈച്ചസ്നസ്, അത് വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന ഒരു നീതി നമുക്ക് വെച്ചിട്ട് നമ്മുടെ സ്വപ്രയത്നങ്ങളാലല്ലാത്ത ക്രിസ്തു നമ്മിൽ വസിച്ച് നിവർത്തിക്കേണ്ട ഒരു നീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ദാറ്റ്സ് എ സുപ്രീം ഫോം ഓഫ് റൈച്ചസ്നസ്. ആ നീതിക്ക് നമ്മൾ അടിമകളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിലല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. ആത്മാവിലല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, കഴിയില്ല. നമ്മൾ വി ആർ ബൗണ്ട് ടു എ സ്പിരിച്വൽ ലിവിങ്. അപ്പോൾ ആ പുതിയ ജനനം നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ പുതിയ നീതിക്ക് അടിമകളാവുകയാണ്. നീതിയുടെ ദാസ്യത്വത്തിലേക്ക് നാം രക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ നീതി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ അടിസ്ഥാനം. ഈ നീതി നമ്മുടെ അടിസ്ഥാനമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കുന്നത് എന്നും കൂടെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. എനിക്ക് പത്രോസിന്റെ ലേഖനത്തിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതും കൂടെ പറഞ്ഞ ശേഷം നമ്മൾ അങ്ങോട്ട് ഓക്കെ. ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ദൈവവുമായി സമാധാനമുണ്ട്, പിതാവുമായി നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സമാധാനം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ടാണ്. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാനായിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, കർത്താവിന്റെ ഒരു കൽപ്പനയെ നമ്മൾ ശരിക്കും ലിറ്ററലി അനുസരിക്കുന്നതായിട്ടൊരു സമാധാനം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ ദിവസം വലിയൊരു കൺഫ്യൂഷൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എന്തായിരുന്നു ആ കൺഫ്യൂഷൻ? ഓർമ്മയുണ്ടോ? നമുക്ക് അനുസരിച്ചേ പറ്റൂ, എന്നാൽ നമുക്ക് അനുസരിക്കാൻ കഴിയില്ല. നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ള അഷുറൻസ് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ, എന്നാൽ നമുക്ക് ഇതെന്തെങ്കിലും ലിറ്ററലി അനുസരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കാനും നമുക്കില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നീതിയുടെ നിലവാരം കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് പരിഹാരം. അതായത് അത്രയൊന്നും വേണ്ട ബ്രദറെ, ഇത്രയൊക്കെ മതി എന്നാക്കുക. അപ്പൊ മിക്കവാറും എല്ലാവരും അങ്ങനെ ആക്കിയേക്കുന്നത്. നമുക്ക് പറ്റുന്ന ഒരു നീതി നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമ്മൾ സ്വർഗത്തിൽ പോകും നോക്കുക. ഓക്കെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ ഏറ്റവും വലിയ ഐറണി, നമ്മൾ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഏറ്റവും വലിയ ഐറണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല, എന്നാൽ സാധിക്കാതെ സ്വർഗത്തിൽ പോകാനും പറ്റില്ല, എന്നാൽ നമ്മൾ പോവുകയും ചെയ്യും. ഇതെന്താണ് ഇതിന്റെ മിക്സപ്പ്? എന്താണ് ഇതിന്റെ റിസൾട്ട്? ഇതൊരു വലിയ ഐറണിയാണ്. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യാനാണ് നമ്മളിപ്പോ പോകുന്നത്. ഒരു പകരക്കാരൻ എങ്ങനെയാണ് നമുക്ക് നീതിയായി മാറുന്നത്? ഹൗ ഡു വി ഗെറ്റ് ഇൻ ടു എ റൈച്ചസ്നെസ് ദാറ്റ് സർപാസസ് ദ റൈച്ചസ്നെസ് ഓഫ് ദ ഫ്ലഷ്, എ ലൈഫ് ദാറ്റ്സ് നോട്ട് ഓഫ് ദ ഫ്ലഷ്? അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ക്രിസ്ത്യൻ ലൈഫിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത്. ഈ മിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെ തോപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല, ഒരു പാപത്തിനും കഴിയില്ല. കാരണം ദാറ്റ് ഫോം ഓഫ് ഡോക്ട്രിൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ലിബറേറ്റീവ്, ഓക്കെ, ആൻഡ് ദാറ്റ് ഡെലിവേഴ്സ് യു. നമുക്ക് ഈ ഒരു വാക്യം ഇങ്ങനെയാണ്: പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാനായിരുന്നുവെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് ഈ കൽപ്പനകളെ ഒന്ന് വായിച്ചു നോക്കി. ഇതുകൊണ്ട് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ പോവുകയായിരുന്നെങ്കിൽ വി ആർ ഷുവർ വി വിൽ നോട്ട് ബി ജസ്റ്റിഫൈഡ് അറ്റ് എനി കോസ്റ്റ്. കാരണം ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലഷിന് അപ്പുറത്താണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. അപ്പോൾ സപ്പോസ് വർക്ക്സ് ആണ് നമുക്കൊരു മാനദണ്ഡമായി വെച്ചിരുന്നെങ്കിൽ നമ്മൾ വളരെ ലോവർ ലെവലിൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടി വന്നേനെ.
അതിനെ നമ്മൾ മെച്യൂരിറ്റി എന്ന് വിളിക്കേണ്ടി വന്നേനെ. ഇപ്പൊ ഞാനിപ്പോ ജീവിക്കുന്ന ഒരു മെച്യൂരിറ്റി ആണ് എന്ന്, കുഴപ്പമില്ല എനിക്ക് എന്ന് പറയേണ്ടി വന്നേനെ. നമുക്ക് മുമ്പോട്ട് ഓടാൻ ധൈര്യം ഉണ്ടാവുകയില്ല. ഓക്കെ, ഭയമായിരുന്നേനെ. കാരണം നമ്മൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ അറിയില്ല, ഓടി തീർന്നോ ഇല്ലയോ അറിയില്ല. അപ്പൊ ശരിക്കും ഒരു സമാധാനം നമുക്ക് പ്രവൃത്തികളാലുള്ള ഒരു നീതി തരുന്നില്ല. തരണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു നീതി കാണിക്കണമായിരുന്നു. പക്ഷെ ജീവിക്കാൻ പറ്റിയ ഒരു നീതി കാണിക്കാത്തതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ വേറൊരു വഴി ദൈവം തുറക്കണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എല്ലാം വായിച്ച് വിശ്വാസത്താലുള്ള നീതി വെളിപ്പെടേണ്ടതിന്. അപ്പൊ വിശ്വാസത്താൽ നമുക്ക് എന്തുണ്ട്? പിതാവുമായി സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നാം അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോ നമ്മൾ നിൽക്കുന്ന ഈ കൃപ എന്ന് പറയുന്നത് എന്താണ്? അൺമെറിറ്റഡ് ഫേവർ. അതായത് പ്രവർത്തിക്കുന്നവനെ മാത്രം നീതിമാൻ എന്ന് വിളിച്ചാൽ മതിയെങ്കിലും ദൈവം വിശ്വസിക്കുന്നവരെ നീതീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്, തീരുമാനിച്ചു എന്നുള്ളതാണ് കൃപ. സോ വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് എന്നുള്ളത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. ഇനി എന്താണ് ഈ സമാധാനം? എങ്ങനെയാണ് നമ്മൾ ആ നീതി നിവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, ഹൗ ഡസ് ദിസ് ഓപ്പറേറ്റ്? ദിസ് ഫെയ്ത്ത് ബൈ റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത്, ഹൗ ഡസ് ഇറ്റ് ഓപ്പറേറ്റ്? നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വരയ്ക്കാൻ പോകുന്നത് ഒരു ടാർഗറ്റ് ബോർഡാണ്. ടാർഗറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ അമ്പ് ചെയ്ത് നടുക്ക് കൊള്ളിക്കാനുള്ള, അല്ലെങ്കിൽ ഗൺ ഷൂട്ട് ചെയ്ത് നടുക്ക് സെൻട്രൽ ബുൾസൈ കൊള്ളിക്കാനുള്ള ഒരു ടാർഗറ്റ് ബോർഡ്. ഈ ടാർഗറ്റ് ബോർഡ് ഓക്കെ, തൽക്കാലം കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ടാർഗറ്റ് ബോർഡ് പോലെയൊക്കെ ഉണ്ടോ? ഏകദേശം ഒക്കെ അത്രയൊക്കെ മതി അല്ലേ? ഇനി ഇതുകൊണ്ട് ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ അസ്യൂം ചെയ്തോളൂ, വിശ്വാസത്താലാണ് നമ്മുടെ നീതീകരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പലരും ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ, യേശുക്രിസ്തു മാത്രമാണ് നീതിയെ തികച്ചത്. നീതിയെ തികച്ചതെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഹി ഡിഡ് 100 തിങ്സ്, 100 പ്രാവശ്യവും അവന്റെ പ്രവൃത്തി ഇൻ ദ മിഡിൽ ഓഫ് ദ ടാർഗറ്റ് ആയിരുന്നു. അതായത് ആ എന്താ പറയുന്നത്, നമുക്കൊരു വേറൊരു കളർ കൊടുക്കാതിരിക്കുന്നല്ല. ഓക്കെ, ഇത് മതി. ആ ഒരു റെഡ് സ്പോട്ടിൽ കൊള്ളുക. അപ്പൊ കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികളും ആ റെഡ് സ്പോട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പെർഫെക്റ്റ് ഓൺ ദ ടാർഗറ്റ്, നോ സിൻ. സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് ടാർഗറ്റ് എന്ന്, അതായത് ലക്ഷ്യം തെറ്റുക, അമാർത്തിയ. ലക്ഷ്യം തെറ്റുക. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം ഒരിക്കലും തെറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഹി വാസ് ഓൾവേസ് ഓൺ ടാർഗറ്റ്, പെർഫെക്റ്റ്. പ്രാർത്ഥിക്കുമ്പോൾ പെർഫെക്റ്റ് ഫാദേഴ്സ് വിൽ, ജീവിക്കുമ്പോൾ പെർഫെക്റ്റ് ഫാദേഴ്സ് വിൽ, സ്നേഹിക്കുമ്പോൾ പെർഫെക്റ്റ് ഫാദേഴ്സ് വിൽ. അത് ഓരോ സമയത്തും മരണം മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് പരീക്ഷകളെ ജയിച്ചു. ക്രിയേറ്റഡ് എ റൈച്ചസ്നെസ് ദാറ്റ് വി ക്യാൻ ലുക്ക് അപ് ടു പെർഫെക്ഷൻ, ക്രൈസ്റ്റ് പെർഫെക്ഷൻ. നമുക്ക് എന്ത് ചെയ്തു? കർത്താവ് അതേ ആത്മാവിനെ തന്നു, അതേ പാപബോധം, അതായത് നമ്മുടെ ക്രിസ്തുവിനെ പോലെ അല്ലാത്തതെല്ലാം പാപം എന്നുള്ള ബോധം നമുക്ക് തന്നു. അതുപോലെ നീതി എന്താണെന്നുള്ളതിന്റെ വെളിപ്പാട് സുവിശേഷത്തിലൂടെ നമുക്ക് തന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ 1000 ആരോസ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇതിനു വേണ്ടി ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ വേണ്ടി 1000 പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ, എക്സർസൈസസ് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ചെയ്തു പോരേണ്ട സൽപ്രവൃത്തി നമ്മുടെ മുമ്പിൽ 1000 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. മരിക്കുന്നവർ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? യേശുക്രിസ്തു 1000 ആരോ എറിഞ്ഞപ്പോൾ എവിടെ കൊണ്ടിരുന്നു? സെൻട്രൽ പോയിന്റിൽ കൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല.
നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ സെൻട്രൽ പോയിന്റിൽ കൊള്ളണം നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ യേശു പ്രസംഗിച്ചവരാണോ ചോദിച്ചാൽ ആണോ? സെൻട്രൽ പോയിന്റിലൊന്നും കൊള്ളുകയില്ല. അതെനിക്ക് തോന്നുന്നു മേ ബി ഒരു മിനിറ്റ്, ഇവിടെ ആയിരിക്കും കൊണ്ടത്. ഓക്കെ, പിന്നെ ഒരു 5, 10, 20 ഒക്കെ എറിഞ്ഞപ്പോൾ കുറച്ച് പ്രാക്ടീസ് ആയി, കുറച്ച് അകത്ത് കയറാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഞാൻ ജയിച്ചു, നന്നായി നന്നായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ വരെ എത്താത്തവനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇരിക്കും, ഒരെണ്ണം വെളിയിൽ പോകും, അയ്യോ, അപ്പൊ ആൾക്കാരെല്ലാം നമ്മളെ കളിയാക്കും, പാവിയാന്ന് മുദ്രവെക്കും, പിന്നെ നമ്മൾ ഉപവാസമൊക്കെ എടുത്ത് ഒരു വിധത്തിലകത്ത് വരും. ഇങ്ങനെ എറിഞ്ഞ് 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 ഒരു 50 വർഷം എറിയുമ്പോൾ ചിലപ്പോ ഒരെണ്ണം ഇവിടം വരെ അല്ല ഇവിടം വരെയൊക്കെ കൊണ്ടുവന്നായിരിക്കും. ഇത്രയൊക്കെ അടുത്ത് വന്ന അത്ഭുതമാണ്. അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് 1000 എണ്ണം എവിടെയൊക്കെയോ കൊണ്ടു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ആരെ പോലെ ആയില്ല, ക്രിസ്തുവിനെ പോലെ ആയില്ല. ഓക്കെ, അപ്പൊ ഞാൻ സ്വർഗത്തിലേക്ക് പോകാന്ന് വെച്ചോ, മരിച്ച് സ്വർഗത്തിൽ പോകും. അപ്പൊ കർത്താവേ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ പ്രവൃത്തി? ഞാൻ പറയും, കർത്താവെ നിന്റെ പുത്രനെ പോലെ ആകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, ഞാൻ വിശ്വസിച്ചു, പക്ഷെ ഒരിടത്ത് പോലും ലക്ഷ്യത്തിൽ നിന്റെ പുത്രനെ പോലെ ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിതാവ് പറയും, അവനെ നിന്റെ പ്രവൃത്തി നോക്കിയായിരുന്നെങ്കിൽ ഒരെണ്ണം പോലും നീ പാസ്സായിട്ടില്ല. കാരണം പാസ്സാണെങ്കിൽ എവിടെ ചെല്ലണം? ഈ സെൻട്രൽ പോയിന്റിൽ ചെല്ലണം, അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റി. ക്രിസ്തുവിനെ പോലെ അല്ലാതെ നമ്മൾ ചെയ്യുന്നത് എല്ലാം പാപമാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ക്രിസ്തുവിനെ പോലെ അല്ലാത്ത എല്ലാ പ്രവൃത്തികളും പാപമാണെന്ന് വിശ്വസിച്ച് നോക്കി ചിന്തിച്ച് നമ്മൾ എഴുന്നേക്കുന്നു, ഇരിക്കുന്നു, വർത്തമാനം പറയുന്നതിൽ എത്ര നല്ലതാന്ന് നമ്മൾ വിചാരിച്ചാലും ക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റി. അത്ര ഉന്നതമായ ഒരു നീതിയാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം അതാണ്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുക, അങ്ങനെ ആയിത്തീരും. ഓക്കെ, എങ്ങനെ അവിടെ എത്താൻ പറ്റും? ആർക്കെങ്കിലും പറയാം? എന്തേലും വഴി? മനുഷ്യൻ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയില്ല. പക്ഷേ കർത്താവ് ഒരു വഴി വെച്ചു. എന്താണെന്നറിയോ? പ്രവൃത്തികളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രവൃത്തികൾ വേണ്ടെന്നല്ല. അപ്പൊ കർത്താവിന് ഞാൻ പറയാണ്, സ്വർഗത്തിൽ കർത്താവ് ഒരിക്കൽ പോലും ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ എന്നെ പുത്രനെ പോലെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി എല്ലാം തന്നു, ആത്മാവിനെ തന്നു, പക്ഷെ എനിക്ക് യേശുക്രിസ്തുവിനെ പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒത്തിരി അധ്വാനിച്ചു കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, മോനെ നീ പ്രവർത്തിച്ച് നിന്റെ ഉന്നം എവിടെ, നിന്റെ ആരോസ് എവിടെ കൊണ്ടു എന്നുള്ളതല്ല ഞാൻ നോക്കുന്നു, നീ എങ്ങോട്ടാ ഉന്നം വെച്ചതെന്നുള്ളതാണ്. മനസ്സിലായോ? എങ്ങനെ വിശ്വാസമുള്ള നീതി വരുന്നത്? ലക്ഷ്യസ്ഥാനത്ത് കൊള്ളേണ്ടത് എന്തോ? നമ്മുടെ ഉന്നമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ എന്റെ ഉള്ളിൽ ഒരു ഉന്നമുണ്ട്, ക്രിസ്തുവിനെ പോലെ ആകണം. ആ ഉന്നമാണ് എന്നെ നീതിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടാ പറയുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന് വീട്ടിൽ സംസാരിക്കുമ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉന്നം ഉണ്ടാവണം, ഒരു ലക്ഷ്യം. യേശു ക്രിസ്തുവിനെ പോലെയാണ് ഞാൻ മരിച്ചു, ക്രിസ്തു അത്ര ഉന്നം വെച്ചു, പെയ്ത്ത കൊണ്ടപ്പോൾ എത്തിയില്ല, നമുക്ക് വിഷമമുണ്ടോ? അയ്യോ, അടുത്ത പ്രാവശ്യം പിന്നെ എടുത്ത്, അടുത്ത പിന്നെയും പിന്നെയും പിന്നെയും. അപ്പൊ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ നമ്മൾ യേശുക്രിസ്തുവിന്റെ ആ സ്വരൂപത്തോട് അടുത്തടുത്ത് അനുരൂപരായിട്ട് വരും, ഇങ്ങനെ വരും, അടുത്തടുത്ത് വരും. പക്ഷെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയിരിക്കും. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നോക്കി നിങ്ങൾ എവിടെ എറിഞ്ഞ് കൊള്ളിച്ചു എന്നല്ല, എങ്ങോട്ട് നോക്കിയാണ് ഓടിയതെന്ന്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? വിശ്വാസത്താരുടെ നീതി അനുസരിച്ച് നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്, നമ്മൾ നോക്കുന്നത്, നമ്മൾ ആശിക്കുന്നത് എന്താണ്, ആ ആശയോടെ ഉള്ള ഓട്ടമാണ് നമ്മുടെ വിശുദ്ധീകരണം. നമ്മളെ നീതീകരിക്കുക, നമ്മളെ നീതിമാന്മാരെന്ന് വിളിക്കുന്നത് ആ നോട്ടമാണ്. ആ എന്താ പറയുന്നത്, നമ്മുടെ ലക്ഷ്യമാണ്. നിങ്ങൾ എത്ര പേര് ഇന്ന് യേശുക്രിസ്തുവാണ് എന്റെ ലക്ഷ്യം എന്ന് പറയാൻ പറ്റും? ഈ ക്രിസ്തുവിനെ നേടേണ്ടതിനും, ആ നീതിയെ കുറിച്ച് പൗലോസ് അങ്ങനെ പറയുന്നത്, ന്യായപ്രമാണം നിമിത്തമുള്ള എന്റെ സ്വന്തം നീതിയല്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണ നിമിത്തമുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? ബൈ ഫെയ്ത്ത് ആണ് വരുന്നത്. ഫെയ്ത്തിൽ നമ്മൾ എപ്പോഴും എങ്ങോട്ട് നോക്കിയിട്ട്, അപ്പൊ ക്രിസ്തുവിനെ പോലെ ആകാത്തിടത്തോളം കാലം നമുക്ക് സമാധാനമില്ല. സമാധാനം ദൈവമായിട്ടുണ്ട്, പക്ഷെ നമുക്ക് നമ്മളോടില്ല. നമുക്ക് ആ പാപബോധം എപ്പോഴും നമ്മുടെ ഉള്ളില് കാണും. കർത്താവെ ഞാൻ അങ്ങേ പോലെ ആയില്ല 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 ആവണം, കർത്താവെ ഞെരങ്ങിക്കൊണ്ട് ക്രിസ്തുവിനെ പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അത്
പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓട്ടം, അപ്പൊ എന്താ സംഭവിക്കുന്നത് ഈ ഓട്ടത്തിൽ സംഭവിക്കുന്നത് കർത്താവ് നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി പതുക്കെ 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 മാറ്റി. അതുവരെ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. നമുക്ക് ഇടയ്ക്കുള്ള ഒരു നീതിയിലും ആശ്വാസം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് നല്ല പ്രസംഗമാരും നിങ്ങൾ പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റത്തില്ല. എന്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ക്രിസ്തുവിനെ പോലെ ആയോ ഇല്ല. അപ്പൊ അടുത്ത പടി അതാ, വീണ്ടും നോക്കുന്ന കർത്താവേ നീ പറയുമായിരുന്നതിലേക്ക് എന്നെ നയിക്കണമേ. എന്റെ ഉള്ളില് ഭയം ഉണ്ടാകരുത്. നീ എന്ത് പ്രസംഗിച്ചാലും അത് പറയാൻ, നീ എന്ത് പറഞ്ഞാലും അത് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. ഒന്നിനെയും ഭയപ്പെടാതെ നിന്റെ സ്ഥാനത്ത് എനിക്ക് നിൽക്കണം. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും 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 ലക്ഷ്യം അതാണ്. ഭാര്യയെ നോക്കുമ്പോൾ സ്നേഹമില്ലെന്നല്ല, പക്ഷെ ക്രിസ്തുവിനെ പോലെ അല്ല ആകണം. അവിടെ കർത്താവെ നിന്നെ പോലെ അല്ലാത്തിടത്തോളം ഞാൻ പാപിയാണ്. എന്റെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ക്രിസ്തു ആകുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, ആശിക്കുന്ന ഒരു കാര്യം, അതിന്റെ ഉറപ്പ്. ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നു. ആ ഒരു അഷുറൻസ് ആണ് നമ്മളെ നീതീകരിക്കുന്നത്, നീതിമാന്മാരാക്കി മാറ്റും. അപ്പൊ വിശ്വസിക്കുന്നവരെല്ലാം നീതീകരിക്കാൻ കർത്താവ് തീരുമാനിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു? നിങ്ങൾ ഇന്നലെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയോ? വഴക്കുണ്ടായപ്പോ എപ്പോഴെങ്കിലും ക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം ഒന്ന് അനുഭവിക്കാൻ ശ്രമിച്ചോ? ഈ ഫെയ്ത്തിനകത്തുള്ള ഇൻവിസിബിൾ തിങ് അതാണ്. എന്താണ് ഫെയ്ത്തിനകത്തുള്ള ഇൻവിസിബിൾ തിങ്? കാൽവരി നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് കാണാത്ത കാര്യങ്ങൾ? യേശുക്രിസ്തു മരിച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? റോമാലേഖനം 6:6 നമ്മൾ വായിച്ചത്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പഴയ ജഡം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അങ്ങനെയല്ലേ? 6:6 റോമർ 6:6 നമ്മുടെ പഴയ ജഡം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴാണ് മരിച്ചത്? യേശുക്രിസ്തു മരിച്ചപ്പോൾ ആ ക്രൂശിൽ. ഇനി 2 കൊരിന്ത്യലേഖനം 5:14 നോക്കി. ഇൻവിസിബിൾ തിങ് എന്താണ്? ഇൻവിസിബിൾ എന്താണ്? നിത്യമായിട്ടുള്ളത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. ആഹാ, എന്താ പറഞ്ഞു നോക്കി? ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോ എന്ത് സംഭവിച്ചു? എല്ലാവരും മരിച്ചു. നിങ്ങൾ മരിച്ചോ? ശരിക്കും മരിച്ചോ? വിശ്വസിച്ചോ? ഞാൻ പറയുന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? കാണാൻ പറഞ്ഞല്ല, കാണാനൊന്നും കാണാനില്ല. കാഴ്ചയാലല്ല, വിശ്വാസത്താലാ. എന്താ വിശ്വസിക്കേണ്ടേ? ക്രിസ്തു മരിച്ചപ്പോ നമ്മൾ എല്ലാവരും മരിച്ചു. മരിച്ചോ? ഇതാണ് ഫെയ്ത്ത്. കാണുന്നില്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇറ്റേണൽ തിങ്സ്. When Christ died, I died. ഇത് ബൈബിളിൽ 1-2 സ്ഥലത്തല്ല കേട്ടോ പറയുന്നേ. റോമാലേഖനം 7:4 നോക്കി. നാം ഇനി ദൈവത്തിന് ഫലം കൊടുക്കുമാറ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നാം യേശുക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. died to the law. റോമർ 6:6 died to sin. പാപസംബന്ധമായി മരിച്ചു. റോമർ 7:4 ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. കൊളോഷ്യൻസ് 2:20 ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധമായി മരിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് മുള്ളർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മിനിസ്ട്രിയുടെ സക്സസിന്റെ രഹസ്യം എന്താണ്? അപ്പൊ ജോർജ് മുള്ളർ പറഞ്ഞു, വളരെ സിമ്പിൾ ആണ്. There was a day when George Muller died. ജോർജ് മുള്ളർ മരിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ മരിച്ചു? ജോർജ് മുള്ളറോട് മരിച്ചു. അവന്റെ ആഗ്രഹങ്ങളോട് മരിച്ചു, അവന്റെ സ്വപ്നങ്ങളോട് മരിച്ചു, അവന്റെ സഹോദരങ്ങൾ എന്ത് പറയുന്ന അഭിപ്രായങ്ങളോട് മരിച്ചു, ലോകം എന്ത് പറയുന്നുള്ളതിനോട് മരിച്ചു. ജോർജ് മുള്ളർ പറഞ്ഞ അന്ന് മുതൽ എല്ലാത്തിനോടും മരിച്ചു. അവനോട് തന്നെ മരിച്ചു. ജീവിക്കുന്ന ആകെ ഒരൊറ്റ കാര്യത്തിനാണ്, സ്റ്റഡിയിങ് ടു ഷോ മൈസെൽഫ് അപ്രൂവ്ഡ് അൺടു ഗോഡ്. ദൈവത്തിന് മുമ്പിൽ എന്നെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതാണ് എന്റെ സക്സസ്, വേറൊന്നുമില്ല. സിമ്പിൾ. ഈ മരണത്തെ കുറിച്ച് ബൈബിളിൽ മുഴുവനുണ്ട്, ഒത്തിരി ഉണ്ട്. കൊളോസ്യർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ
ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പോ പഴയ ജഡം നന്നാവില്ല. പഴയ ജഡം ഒരിക്കലും നന്നാവില്ല. റീജനറേഷന്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കനോട്ട് ബി റീഫോംഡ് എന്നുള്ളതാണ്. നമ്മൾ എത്ര തീരുമാനം എടുത്താലും നമ്മൾ നന്നാകാൻ പറ്റില്ല. അതിനെ ദൈവം മുറിച്ചു മാറ്റുക ചെയ്യുന്നത്. നിങ്ങളൊരു ഒരു 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 കഥ കേട്ടിട്ടുണ്ടോ? ഒരു അണലിക്കുഞ്ഞിന്റെ കഥ, അരിപ്പാമ്പിന്റെ കഥ. ഇറ്റ്സ് എ വെരി ഫേമസ് സ്റ്റോറി. നിങ്ങൾ ഇവരെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പണ്ടൊരു മനുഷ്യൻ, ഒരു ഭയങ്കര കരുണയുള്ള ഒരു മനുഷ്യൻ, ഒരു തണുത്ത ഐസ് ഉള്ള ഒരു സ്ഥലത്തോട്ട് നടന്നു പോയി. ഓർമ്മ വരുമായിരിക്കും, കഥ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർ വളരെ കുറവായി. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ട്രംപ് പറഞ്ഞായിരുന്നു ഈ കഥ. അത് കുടിയേറ്റക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് കുടിയേറ്റക്കാരെല്ലാം ഇഷ്ടമാണ്. കാരണം എന്താ? അവരുടെ സുവിശേഷം പറയാമല്ലോ. ഈ സുവിശേഷത്തിന് സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടുകളിൽ നിന്നാണ് ഇവരെല്ലാം ഇങ്ങനെ സുവിശേഷത്തിന് സ്വാതന്ത്ര്യം ഉള്ള സ്ഥലത്തേക്ക് വരുന്നത്. അപ്പൊ സഭ അവരുടെ അടുത്തോട്ട് സുവിശേഷമായിട്ട് ചെല്ലേണ്ടതാ. അത് പോകുന്നില്ല. ഇപ്പം മുസ്ലിങ്ങളാ പോകുന്നത്. ാണ് ഇന്നത്തെ കാലഘട്ടം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ആട്ടെ, ഈ പാമ്പ് ഇങ്ങനെ ഐസിന്റെ മുകളിൽ കിടന്ന് ചാകാൻ തോന്നുന്നു, തണുത്ത് വിറച്ച്. ഒരു അണലിക്കുഞ്ഞ്. ഈ മനുഷ്യന് ഈ അണലിക്കുഞ്ഞിനോട് സിമ്പതി തോന്നി. അയ്യോ, ചത്തുപോയല്ലോ പാവം എന്ന് വിചാരിച്ചിട്ട് എന്തെന്നറിയാം, ഇയാൾ അണലിക്കുഞ്ഞിനെടുത്ത് പോക്കറ്റ് വെച്ചു. കുറെ മുമ്പോട്ട് പോയപ്പം അണലിക്ക് ജീവൻ വെച്ചു. ഇവന്റെ ചൂടടിച്ചിട്ട് അണലിക്ക് ജീവൻ വെച്ചു. അതൊരു കൊത്തു വെച്ചു. അപ്പൊ ഇവൻ അണലിയോട് ചോദിക്കുകയാണ്, നീ ചത്തുപോയതിനാ തണുപ്പത്ത് കിടന്നു, ഞാൻ നിന്നെ രക്ഷിച്ചെടുത്തോണ്ട് പോകും, എന്റെ ചൂട് തന്ന് എനിക്ക് ജീവൻ വെച്ചു, നീ എന്നെ കൊന്നു, ഇപ്പൊ ഞാൻ ചാവും, എന്റെ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടും, പിന്നെ നീ ഈ ഐസിനകത്ത് കിടന്ന് നീയും ചാവും, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കൊത്തിയത് എന്ന് അണലിയോട് ചോദിച്ചപ്പോ അണലി പറഞ്ഞു, എന്തായിരിക്കും പറഞ്ഞു? അണലി പറഞ്ഞു, ഞാനൊരു അണലിയാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. എന്നെ എടുത്ത് പോക്കറ്റ് വെച്ചപ്പോ അറിയാൻ മേലായിരുന്നോ ഞാനൊരു അണലിയാണ്? എന്നെ നന്നാക്കാൻ പറ്റുമോ നിങ്ങൾ വിചാരിച്ചോ? ഒന്നുകിൽ ചവിട്ടി കൊല്ലണമായിരുന്നു, അല്ലെങ്കിൽ വിട്ടേക്കണമായിരുന്നു, അതവിടെ കിടന്ന് ചത്തോണ്ടനെ. ഇതുപോലെയാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ ഒരിക്കലും മാറുന്നില്ല, നന്നാകുന്നില്ല. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്യുന്നറിയോ? ഇതിനെ ക്രൂശിക്കുകയോ ചെയ്യുന്നത്. ക്രൂശില് മരിക്കാൻ വിടുകയോ ചെയ്യുന്നത്. അപ്പൊ പഴയ ജഡത്തെ അവന്റെ കൂടെ മരിപ്പിക്കുകയോ ചെയ്യുന്നു. ആ വിശ്വാസത്തിലൂടെ അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. യു കനോട്ട് ചേഞ്ച്. ദൈവം പോലും നിങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ജഡം പറയുന്ന കള്ളമാണ്, ഈ ആഴ്ച കൊണ്ട് നന്നായിക്കോളാം, അടുത്ത തിങ്കളാഴ്ച കൊണ്ട് നന്നായിക്കോളാം. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ടേക്ക് ദിസ് വാർണിംഗ് ഫ്രം യു. നൺ ഓഫ് യുവർ ഡിസിഷൻസ് വിൽ വർക്ക്. ഓക്കെ, ഒരു തീരുമാനവും നടപ്പാവുകയില്ല. കാരണം ഈ ജഡത്തിന് നന്നാകാനുള്ള കഴിവില്ല. ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വിശ്വാസത്തിൽ നമ്മുടെ പഴയ മനുഷ്യന്റെ അവയവങ്ങൾ മരിക്കണം. There is no other way. There is no shortcut. ഓക്കെ, ഈ മരണം കർത്താവിന്റെ കൂടെ നടന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ഉണ്ടായിരുന്നു ആ ക്രൂശില്? കർത്താവ് ക്രൂശിലേക്ക് പോകുമ്പോൾ അല്ലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു? യോഹന്നാൻ 17:9 കർത്താവ് പറയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്ര അപേക്ഷിക്കുന്നത്. 20-ാം വാക്യത്തിൽ പറയും, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ കർത്താവ് നമുക്കെല്ലാം വേണ്ടി അപേക്ഷിച്ചായിരുന്നു. അവന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടി പിതാവിന്റെ അടുത്തേക്ക് ചെന്നായിരുന്നു. മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ യേശുക്രിസ്തു മരിക്കാൻ ക്രൂശിൽ കയറുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അവൻ എന്റെ മരണമാണ് അവിടെ വഹിച്ചത്. 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പോ അതെങ്ങനെയാണെന്നറിയോ? ഞങ്ങൾക്ക് 4 പിള്ളേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ ഓർമ്മ. ഈ 4 പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തവർക്ക് ഫീസ് അടച്ചു എന്ന് വിചാരിച്ചോ? ഫീസ് അടച്ചത് ഞാനാണ്. രസീത് ആരുടെ പേരിലേ വരുള്ളൂ? പിള്ളേരുടെ പേരിലേ വരുള്ളൂ. അതുപോലെ യേശുക്രിസ്തു ആ ക്രൂശിൽ മരിച്ചത്, പക്ഷെ മരിച്ചു എന്നുള്ള രസീത് എന്റെ പേരില് എന്ന് പറഞ്ഞ സാത്താൻ പറയുക, ഞാൻ നിന്നെ കൊന്നുകളയും. ഞാൻ പറയുന്നത് ഓൾറെഡി മരിച്ചു, ഇനി എന്നാ കൊല്ലാൻ? രസീത്. നീ വഴിക്ക് വന്നാൽ നിന്നെ തകർക്കും. ഞാൻ ഓൾറെഡി മരിച്ചുപോയി, ഇനി എന്നെ തകർക്കാനാ?
ഇനി അത് അതിന്റെ പ്രാക്ടിക്കൽ ഒരു സൈഡ്. ഇനി വേറൊരു സൈഡ് ഇതാണ്, നമ്മൾ ശരിക്കും വിശ്വാസത്തിന്റെ ഒരു പരിശോധന നമ്മൾ വെക്കുകയെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമുണ്ടോ? മരിച്ചു എന്ന് വിശ്വാസമുണ്ടോ? എങ്ങനെ പരിശോധിക്കാം? ഈ മരിച്ചോ എന്ന് എങ്ങനെ പരിശോധിക്കുന്നത്? ഒരാള് ഇങ്ങനെ കിടക്കുക, അനങ്ങുന്നില്ല, മരിച്ചോ എന്ന് എങ്ങനെ അറിയാം? പോയി റെസ്പോൺസ് ഉണ്ടോ നോക്കിയാൽ മതി, അല്ലെ നാടി പിടിച്ച് നോക്കാം. അതൊക്കെ പിന്നെ ചെയ്യുള്ളൂ. നമ്മളിപ്പോ രാവിലെ ഒരാൾ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ പോയി നാടി പിടിച്ച് നോക്കും? ഇല്ല, പിടിച്ചു നോക്കും. ഏയ് പുള്ളി കേൾക്കുന്നില്ല, കുലുക്കി നോക്കും, അല്ല അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? ചിലപ്പം നല്ലൊരു അടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല പരിപാടികളും നോക്കുന്നു. യേശുക്രിസ്തു മരിച്ചോ ഇല്ലെന്ന് എങ്ങനെയാണ് ഈ പട്ടാളക്കാർക്ക് മനസ്സിലായത്? ഓർമ്മയുണ്ടോ? അവർ കുന്തം വെച്ച് കുത്തി നോക്കി. അപ്പൊ ക്രിസ്തു മരിച്ചപ്പോ ഞാനും മരിച്ചില്ലായിരുന്നോ? അപ്പൊ ഞാൻ മരിച്ചോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ആരെങ്കിലും കുന്തം വെച്ച് കുത്തി നോക്കിയാ പോരെ? അല്ലെ? ഇങ്ങനെ കുത്തു കിട്ടുന്നില്ല എവിടെന്നെങ്കിലും ഒക്കെ. അപ്പൊ നിങ്ങള് ആരുടെ എന്നെ കുത്തുന്നെന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല. മരിച്ചാ പിന്നെ അങ്ങനെ ചോദിക്കില്ല. ചിലർ പറയല്ലോ, ആ ചർച്ച ചെന്നിട്ട് എന്നെ അവർ ഒട്ടും ബഹുമാനിച്ചില്ല പാസ്റ്റർ. എന്തുകൊണ്ട്? മരിച്ചു പോയവൻ എന്നെ ബഹുമാനിക്കാന്. ചിലർ പറയാറുണ്ട്, എനിക്കൊരു പാട്ട് പാടാൻ പോലും അവസരം തന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം. ഈ പ്രാർത്ഥിക്കാൻ അവസരം തരേണ്ട കാര്യം എനിക്കത് മനസ്സിലാകുന്ന കാര്യമല്ല. അത് എന്തിനാ പ്രാർത്ഥിക്കാൻ ഒരു അവസരം തരുന്നത്? ഈ അവസരം കൊടുക്കുന്ന ഭയങ്കര രസം കേട്ടോ. 2-3 പാസ്റ്റർമാരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി, അതിനാമേൻ പറഞ്ഞതാ. എന്നാ പോലും ബാക്കി 2-3 പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. കാരണം ഈ അവസരം കൊടുക്കുന്നു. ഡിപ്ലോമാറ്റിക് പ്രയറുകൾ. പ്രിയ സഹോദരങ്ങളെ, ഒരാൾ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ അതേ വിഷയം അതേ സമയത്ത് തന്നെ പിന്നെ വേറൊരാളുടെ പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ ആദ്യത്തെ ആളുടെ പ്രാർത്ഥന ശരിയായില്ല എന്നാണോ, അതോ ആമേൻ പറഞ്ഞ പോരാന്നാണോ? എന്താ ഉദ്ദേശിച്ചത്? എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? പിന്നെ ഒരു സമയത്താണെങ്കിൽ ഓക്കെ, കാരണം ആദ്യത്തെ പ്രാവശ്യം മടുത്തു പോകാതെ പിന്നെയും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇത് ഒരേ സമയത്ത് തന്നെ ഒരാൾ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു ഉത്തരം ദൈവം തന്നോ ഇല്ലയോ എന്ന് പോലും അറിയാതെ അടുത്ത ആൾ പ്രാർത്ഥിച്ച് അതിനും ആമേൻ പറഞ്ഞു. ഇതിനാ ഒരു അവസരം കൊടുക്കുന്നു? അവസരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മരിച്ചു പോയവർക്ക് വല്ല കംപ്ലൈന്റും ഉണ്ടോ? എന്നെ റവാന്ന് വിളിച്ചില്ലെന്നോ പാന്ന് വിളിച്ചില്ലെന്നോ ഏതെങ്കിലും മരിച്ചാൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ എന്നവരെ? അപ്പൊ നമ്മുടെ പരാതികളും കംപ്ലൈന്റുകളും എല്ലാം എന്തുകൊണ്ടാണെന്നറിയോ? ഈ മരിച്ചു എന്നുള്ള സത്യത്തിലേക്ക് നമ്മൾ വരാത്തതുകൊണ്ട്. പഴയ ജഡം മരിച്ചു എന്നുള്ള സത്യത്തിലേക്ക് വന്നു നോക്കി നമുക്ക് പിന്നെ ഒരു ഡിമാൻഡും ഇല്ല. പിന്നെ ജീവിക്കുന്നത് ഞാനല്ല. ആ മരണം എന്റെ ശരീരത്തിൽ, ആ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാതെ എനിക്ക് പുതിയ ജീവനിലേക്ക് പ്രവേശിക്കാൻ, പുതിയ നീതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്നാനം നമുക്ക് വെച്ചേക്കുന്നത് തന്നെ. ആ മരണത്തിന്റെ സദൃശത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്റെ കൺമുമ്പിൽ കർത്താവ് കാണിച്ചു തന്നെ എന്റെ അങ്കിളും ആന്റിയൊക്കെ സ്നാനപ്പെടുന്ന കാലത്താണ്. ഞാൻ സ്നാനപ്പെട്ട് 7 മാസം കഴിഞ്ഞ് അവർ സ്നാനപ്പെടും. അപ്പൊ അവര് സ്നാനപ്പെടാൻ നേരത്ത് അവര് വലിയ ആഘോഷമായിട്ടാണ് സ്നാനപ്പെട്ടത്. നാട് മുഴുവൻ അറിയിച്ച് എന്താ, ഞങ്ങളുടെ വീട്ടിൽ ഒരു മാമോദീസ ഉണ്ട്, നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു കൂട്ടി. അങ്ങനെ ആഘോഷമായിട്ടായിരുന്നു. അപ്പൊ ഈ സ്നാനത്തിന് വേണ്ടി പോകുന്ന വഴിക്ക് ഒരു ഹിന്ദു സഹോദരി ഇവരുടെ ജീപ്പിനകത്ത് കയറി. സ്നാനം കാണാൻ വേണ്ടി കയറിയതാ. അവിടെ ചെന്ന് എല്ലാവരും സ്നാനപ്പെട്ട എന്റെ ആന്റിയാണ് അവസാനം സ്നാനപ്പെട്ടിട്ട് കയറുന്ന സമയത്ത് ഈ ഹിന്ദു സഹോദരി ഒരൊറ്റ കരച്ചില്ല, നെഞ്ചു തടിച്ചു കരഞ്ഞു. അപ്പൊ ആന്റി ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ടതിന് നീ എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോ ആ ഹിന്ദു സഹോദരി പറയാം, ഇനി നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നു. മരിച്ചുപോയി. അവരെ സംബന്ധിച്ച് മരിച്ചു. എന്നാൽ സ്നാനപ്പെട്ടവർക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടുണ്ടെന്ന് അറിയത്തില്ല അവര് മരിച്ചു എന്നുള്ള കാര്യം. പക്ഷെ കണ്ടു നിന്നവർക്ക് അപ്പം മനസ്സിലാവും. സോ ദെയർ ഈസ് എ ഡെത്ത്. ആ മരണം നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഭർത്താവ് ഭാര്യ ഇടിക്കുമായിരുന്നു, ഭയങ്കര ഇടിയായിരുന്നു. തിരിച്ച് ഭാര്യ നല്ലൊരു വർത്താനം പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഭാര്യ മിണ്ടുന്നില്ല. എന്താ കാര്യം? മരിച്ചു. ഈ മരണം നമ്മൾ ഒരു പങ്കാളിത്തം ചോദിക്കുക. സ്നാനപ്പെടുമ്പോൾ കർത്താവ് എന്താ പറയുന്നത് അറിയോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും എന്തോ അവന്റെ മരണത്തിൽ പാർട്ണറാകാൻ, മരണത്തിന്റെ ഷെയർ എടുക്കാൻ, അവന്റെ മരണത്തിലെ പങ്ക് ചോദിക്കാൻ വേണ്ടി സ്നാനപ്പെടുന്നു. ആണോ? നിങ്ങൾ അങ്ങനെയാണോ സ്നാനപ്പെട്ടത്? അതോ സ്നാനപ്പെട്ടില്ലെങ്കിൽ ബിസിനസ് തകരുമെന്ന് പേടിച്ചോ? സ്നാനപ്പെട്ടില്ലെങ്കിൽ രോഗം മാറില്ല എന്ന് പേടിച്ചു?
സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താ പേടിച്ചത്? അവന്റെ മരണത്തിന്റെ ഷെയർ ചോദിച്ചുകൊണ്ടാണോ സ്നാനപ്പെട്ട്? കർത്താവെ, നിന്റെ മരണം, നീ മരിച്ചപ്പോൾ ഞാനും മരിച്ചായിരുന്നല്ലോ, അതിന്റെ ഒരു പങ്ക് എനിക്ക് തരണം. കാരണം മരണത്തിലൂടെ മാത്രമേ എനിക്ക് നിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടല്ലോ ഈ മരിച്ചു? ക്രിസ്തുവിന്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു ഞാൻ സമ്മതിക്കുന്നതാണ് ശരിക്കും വീണ്ടും ജനനം. ഐ ഡൈഡ് വെൻ ഹി ഡൈഡ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ എക്സാമ്പിൾ ഞാൻ പല സ്ഥലത്തും പറയാം. എന്റെ എക്സാമ്പിൾസും ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിരിക്കും, കാരണം ഇതെല്ലാവരും കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻസ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ഡോക്ടർ ഉണ്ട്. ഈ ഡോക്ടർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, 2 വർഷമായി, 1.5 വർഷമായി, ചേച്ചി എനിക്കൊരു വലിയ ക്രൈസിസ് ഉണ്ട്. എനിക്ക് എന്താണ് ക്രൈസിസ്? എൻ്റെ ഹോസ്പിറ്റലിലെ അറ്റൻഡർ ആയിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. പുള്ളി എന്നോട് വളരെ ദ്രോഹം ചെയ്തു, മോശമായിട്ട് പെരുമാറി, ആളുകളുടെ മുമ്പ് വെച്ച ഇൻസൾട്ട് ചെയ്ത് പെരുമാറി. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. 2 ആഴ്ചയായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാലും ഇയാളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ മിണ്ടാതെ അങ്ങ് പോവാണ് പതിവ്. എനിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ എങ്ങനെ നന്നാവും? ഇതാണ് ചോദ്യം. അപ്പൊ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ നാളെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാരണവശാലും അയാളെ നോക്കി ചിരിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ചിരിച്ചാൽ അതിൻ്റെ വലിയ പ്രോബ്ലം ഉണ്ട്. ആ ചിരി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിരിയായിരിക്കും. കാരണം യഥാർത്ഥത്തിൽ ഉള്ളിൽ എന്തില്ല? സ്നേഹമില്ല. സ്നേഹമില്ലാതെ ചിരിച്ചാൽ എങ്ങനെ ഇരിക്കും അത്? നമ്മൾ ഡബിൾ വ്യാജവും കൂടെ കാണിക്കുന്ന ആളായിട്ട്. അപ്പൊ അവരോട് ചോദിച്ചു, പിന്നെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നേരെ അങ്ങോട്ട് ചെല്ലുക. അടുത്ത് ചെല്ലുമ്പോ ഇങ്ങനെ വിശ്വസിക്കുക, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റും. അവരങ്ങനെ ചെയ്തു. ഭയങ്കര ഡെലിവറൻസ് ആയിരുന്നു. അവർ സംസാരിച്ചു, സുശേഷം പറഞ്ഞു, എന്നോട് പറഞ്ഞു, ആ വലിയ ഭാരം എൻ്റെ അകത്ത്. ആരാ ജയിച്ചത്? അവിടെ രക്ഷിച്ചത് ആരാ? ക്രിസ്തു എന്ന പകരക്കാരനാണ് രക്ഷിച്ചത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും മരണത്തിന്റെ സദൃശത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ പുനരുത്ഥാനത്തിന്റെ സദൃശത്തിലേക്കും പ്രവേശിക്കും. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ നമുക്ക് അവകാശങ്ങൾ കിട്ടാനുള്ളിടത്ത് നമ്മളങ്ങ് മരിക്കുക. ക്രിസ്തുവിന്റെ വഴി അത്, ഇടുക്ക് വഴി. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കാണിക്കുന്ന ഒരു ഇടുക്ക് വഴിയിൽ നമ്മൾ എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവരും നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജീവനെ വഹിക്കുന്നവരുമായി. ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളോട് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം. ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരും ഞാൻ മരിച്ചതാ എന്ന് തീരുമാനം എടുക്കരുത് കേട്ടോ. അത് നമ്മുടെ വലിയൊരു ഡിസെപ്ഷനാണ്, തീരുമാനം എടുക്കല്. തീരുമാനം എടുത്ത് എന്ത് സംഭവിക്കുന്നറിയോ? ഇപ്പൊ സമയം 4:15 അല്ലേ ഇവിടെ? ഈ 4:15 നിങ്ങൾ തീരുമാനം എടുത്താൽ കൂടി വന്നാൽ രാത്രി ഒരു 11 മണി വരെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. അത് കഴിയുമ്പം നിങ്ങൾ പഴയ ആളാവും. ഇന്നേ വരെ ലോകത്തിൽ ആരും സോഫായിൽ ചാരി കിടന്നു ഒരു തീരുമാനമെടുത്ത് മരിച്ചിട്ടില്ല. ഇന്നേ വരെ ആരും ഒരു സോഫായിൽ ഇരുന്ന് തീരുമാനമെടുത്ത് ജനിച്ചിട്ടുമില്ല, തീരുമാനമെടുത്ത് മരിച്ചിട്ടുമില്ല. പിടികിട്ടിയോ? അതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു വഴിയുമില്ല സഹോദരങ്ങളെ. അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ദാ വരുന്നു. വന്നില്ലല്ലോ. തീരുമാനം എടുത്ത് മരിക്കാൻ പറ്റില്ല, പക്ഷെ മരിക്കാം. മരിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഒരു ക്രൂശ് വേണം. ക്രൂശിൽ മാത്രമേ മരിക്കാൻ പറ്റൂ. ക്രിസ്തുവിന്റെ കൂടെയുള്ള മരണം ക്രൂശ് ചുമന്നുകൊണ്ടുള്ള നടപ്പും ആ ക്രൂശിലുള്ള മരണമാണ്. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന മരണം കസേരയിൽ കിടന്നുള്ള മരണമല്ല, ക്രൂശിലുള്ള മരണമാണ്. ആ ഡോക്ടറെ സംബന്ധിച്ച ക്രൂശ് അറ്റൻഡറെ കണ്ടു, ആ ക്രൂശിൽ മരിച്ചു. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ക്രൂശൊക്കെ ഒന്ന് പൊക്കിയെടുത്ത് നോക്കി. ഏറ്റവും വലിയ ക്രൂശുകൾ ഓരോന്നോരോന്ന്. ആദ്യം നമുക്ക് സാഹചര്യങ്ങൾ നോക്കണ്ട, വ്യക്തികൾ നോക്കാം. നിങ്ങളെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത, ഒരു തരത്തിലും ജഡത്തിന് കഴിയാത്ത നീതി അങ്ങോട്ട് പോവില്ല. ആ നീതിയിലോട്ട് ജഡം പോവില്ല.
അങ്ങനെയുള്ള കുറെ ആളുകളെ ഒന്ന് എടുത്തു വെച്ചേ മനസ്സിലേക്ക്. എന്നിട്ട് അവിടെ എല്ലാം മരിച്ചു. ഓരോ ക്രൂശിലും മരിക്കും. അമ്മായിമ്മയായിരിക്കും, ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, മക്കളായിരിക്കും, അപ്പനും അമ്മയായിരിക്കും, അമ്മായിപ്പനും അമ്മയും ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. നിങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാത്ത അസൂയക്കാർ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു 3-4 പേരുടെ പേര് എഴുതി വെച്ച് എന്നിട്ട് അവരാണ് ആ ക്രൂശിലേക്ക് അങ്ങ് മരിക്കുക. വിശ്വസിച്ചാൽ മതി, നമ്മൾ മരിക്കാനൊന്നും പറ്റും. ഫെയ്ത്ത് ആണ്. ഐ ഡൈഡ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അങ്ങനെ നിങ്ങൾ എപ്പോ പറയുന്നോ അവന്റെ മരണത്തിന്റെ സദൃശത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായാൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോടും നിശ്ചയമായും ഏകീഭവിക്കും. സംശയമുണ്ടോ? ഈ ഒരു വലിയ ദൈവകൃപയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് പഴയ പാപത്തിൽ നമ്മളെ രക്ഷിക്കുന്നത്. അവന്റെ മരണത്തോടുള്ള ഏകീഭാവമാണ്. ഇത് ഫെയ്ത്താണ്. ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്ന എന്നുള്ളതിന്റെ ഫെയ്ത്താണ്. നിങ്ങൾക്ക് ആ ഫെയ്ത്ത് ഉണ്ടോ? ഇതാണ് ശരിക്കും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന രക്ഷാകരമായ വിശ്വാസം. ഇതെല്ലാവർക്കും കിട്ടില്ല. മഴ പെയ്യും, കൊറോണ മാറും, ലോകത്ത് ധനമുണ്ടാകും, എനിക്ക് വലിയൊരു ജോലി കിട്ടും, ഇതൊക്കെ ലോകത്തിന് വിശ്വസിക്കാൻ പറ്റും, എളുപ്പമാണ്. അതൊക്കെ വിശ്വസിക്കാൻ വലിയ പാടൊന്നുമില്ല. ആത്മാവൊന്നും തരണ്ട. പക്ഷേ ക്രിസ്തു മരിച്ചപ്പോ ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കണമെങ്കിൽ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് വിശ്വസിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടാകും. When he died, I died. ഞാനന്ന് ജനിച്ചിട്ടില്ല, പക്ഷെ ക്രിസ്തു എന്നെ വഹിച്ചു. മുന്നോടിയായി അവൻ എനിക്ക് മുന്നേ നടന്ന് എന്നെ ഓർത്തുകൊണ്ട് എന്നെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. I was not born at that time, but in God's election, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആ മരണത്തിലുണ്ടായിരുന്നു. അതുപോലെ വിശ്വാസത്തിന്റെ വേറൊരു ഭാഗമാണ് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ ഞാൻ അവന്റെ കൂടെ പുനരുത്ഥാനവും ചെയ്തു എന്നുള്ളത്. ഇതാണ് നമ്മുടെ പ്രത്യാശ. എഫേസ്യ ലേഖനം 2:6 എന്ന് വായിക്കാം. Ephesians chapter 2 verse 6. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മൾ ജനിച്ചിട്ടില്ല, പക്ഷെ ദൈവത്തിന്റെ തീരുമാനത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും അവൻ രക്ഷിച്ചു. ദൈവത്തിന് ടൈം ഇല്ലാത്തതുകൊണ്ട് ടൈമില്ലായ്മയിൽ നമ്മളെ ദൈവത്തിന്റെ നിത്യതയിൽ കാണാം. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിത്യതയിൽ ഉണ്ടാവുന്നു? ഇത് നമുക്ക് വിശദീകരിക്കാൻ ഒരു വഴിയുണ്ട്. ഒരു മിനിറ്റ്, എന്റെ പേഴ്സ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഇതെന്റെ പേഴ്സാണ്. ലോക്ക്ഡൌൺ ആയതിന്റെ അതിനകത്തൊന്നും ഇല്ല. ഓക്കെ, എന്റെ ലോക്ക്ഡൌണിൽ പൈസ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലോ. ഇത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഓക്കെ, ഇത് ഈ പേഴ്സിനകത്തേക്ക് ഞാൻ വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ പേഴ്സുമായിട്ട് ഞാൻ ലോകത്തിൽ എവിടെ പോയാലും ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിന്റെ കൂടെ പോരുമല്ലേ? പോരുമല്ലോ. അതുപോലെ ഇപ്പം ഞാൻ UAE വന്നാൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്റെ കൂടെ UAE വരും. ആവശ്യമില്ല, ഒരു പ്രയോജനമില്ല. പക്ഷെ പേഴ്സിനകത്ത് അകപ്പെട്ട് പോയാൽ ഉറപ്പാണ് വരും. അമേരിക്കയിൽ പോയാൽ അവിടെ ചെല്ലും, തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ അവിടെ വരും. എവിടെ ചെന്നാലും ഇത് വരും. കാരണം എന്താ? ഈ പേഴ്സ് എവിടെ ഉണ്ടോ അവിടെ അതിനകത്തുള്ള ലൈസൻസും പോലെ. ഇപ്പൊ ലൈസൻസ് ഇടയ്ക്കിരുന്ന് പറയോ പേഴ്സ് പോകുന്ന വഴിക്ക് പോട്ടെ, ഞാനെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ് സൂത്രത്തിൽ മാറിയിരിക്കാൻ പറ്റുമോ? ഇല്ല. എഫേസ്യർ 1:4 പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, എന്നെ നോക്കിയോ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ആരെ തെരഞ്ഞെടുത്തു? വിശ്വസിക്കുന്ന എല്ലാരെയും ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പിന്നെ ക്രിസ്തു എവിടെ പോയാലും നമ്മളുണ്ട്. നമ്മളില്ല, നമ്മൾ ജനിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് വേണ്ടിയാ കർത്താവ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവിടെ എല്ലാം നമ്മുടെ ഓർമ്മയുണ്ട്. കർത്താവ് നമ്മളെ ഓർത്തോണ്ടാ ചെയ്യുന്നത്. സോ ഇൻ ഹിം വി ആർ ദെയർ. അങ്ങനെ കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ അവന്റെ കൂടെ മരിച്ചു. ഗ്യാരണ്ടി ഉണ്ടോ? എനിക്ക് 2-3 പേർക്കെങ്കിലും വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ് തന്നിട്ട് എനിക്കിന്ന് നിർത്താന്ന് വിചാരിച്ചാൽ നടക്കൂലേ? യേശുക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പം
അവനൊരു വിലയില്ലേ? നമ്മൾ അതിനകത്തുണ്ടല്ലോ. അപ്പം നിങ്ങൾ വിശ്വസിക്കാത്ത കുഴപ്പമുള്ളൂ. വിശ്വസിച്ച് നോക്കി, ഞാൻ മരിച്ചു. ഇനി അങ്ങനെ മരിച്ച പുനരുത്ഥാനത്തിന്റെ സദൃശം കൂടെ ഉണ്ട്. അവിടെ പറയുന്നത് അവൻ പുനരുത്ഥാനം ചെയ്തപ്പോൾ ഞാനും പുനരുത്ഥാനം ചെയ്തു. ബൈ ഫെയ്ത്ത് ആട്ടോ, കാഴ്ചയിലായിട്ടില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ ഇപ്പൊ കാണിക്കുന്നില്ല, ഇപ്പൊ വിശ്വാസമാണ്. എന്നാൽ ഈ കൃപയെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കും. നിങ്ങൾ കുറച്ചുപേരെങ്കിലും വിശ്വാസികളാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ മരിച്ചോ എന്നുള്ളതിന്റെ തെളിവ് ഒന്ന് കുത്തി നോക്കുക എന്നുള്ളതായിരുന്നു. ഇനി ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളതിന്റെ തെളിവ് എന്താ? കൊളോസ്യർ 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പൊ ശരിക്കും നമ്മൾ പുനരുത്ഥാനം ചെയ്യുന്നതിന്റെ ലക്ഷണം എന്തായിരിക്കും? നമ്മൾ എപ്പോഴും ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഞാൻ ഒരു ചെറിയ കഥ പറയാം. 2017 എൻ്റെ ഓർമ്മ. ഒരു ആളെ കാണാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം ഒരു സുശേഷകനാണ്, സീനിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചിന് വീടൊക്കെ ആയോ? ഞാൻ പറഞ്ഞു വീടൊക്കെ ആയല്ലോ. ഇപ്പൊ പുള്ളി പറഞ്ഞു 2 വർഷം മുമ്പ് വീടായില്ലായിരുന്നല്ലോ, ഇപ്പൊ വീടായോ? ഞാൻ പറഞ്ഞു വീട് 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നല്ലോ, നേരത്തെ തന്നെ വീടുണ്ടായിരുന്നല്ലോ. പുള്ളി പറഞ്ഞു, ചേച്ചല്ലേ പറഞ്ഞ വീട് വെക്കുന്നില്ല, സുശേഷ വേല ആയതുകൊണ്ട് സെറ്റിൽമെന്റ് ആകുന്നില്ല, ദൈവം അയക്കുന്നിടത്ത് പോകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭാരമാണ്, വേണ്ട എന്നൊക്കെ ചേച്ചി 2-3 വർഷം മുമ്പ് വീരവാദം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ വീടൊക്കെ വെച്ചോ? ഞാൻ പറഞ്ഞു വീടുണ്ടായിരുന്നല്ലോ, അന്നും വീടുണ്ടായിരുന്നല്ലോ. പുള്ളിക്ക് എന്ത് ചെയ്താൽ മനസ്സിലാകുന്നില്ലെന്ന് മാത്രമല്ല, പുള്ളിക്ക് ദേഷ്യം കൂടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെ സുശേഷ വേലയ്ക്ക് വിളിക്കുമ്പോഴേ കർത്താവ് ഒരു വീടൊക്കെ ഒരുക്കി വെച്ചിട്ടല്ലേ നമ്മളെ വിളിച്ചത് എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറയണേ, ഓ ആ വീടാണ്. ആന്റി ക്ലൈമാക്സ്. പക്ഷെ അദ്ദേഹം ഞാൻ ഇങ്ങനെ പുള്ളിയെ ടെമ്പർ കയറ്റിയിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞപ്പം ഉണ്ടായ ഒരു റിയാക്ഷൻ എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ പുള്ളിക്ക് നിത്യതയെ കുറിച്ച് പ്രത്യാശയില്ലാത്ത ആളൊന്നുമില്ല. ആ ഒരു റിയാക്ഷൻ അങ്ങനെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങള് UAE-യിലാണ്, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ നുള്ളിപ്പറക്കി വെച്ച് വരുന്ന പോകുന്ന പാസ്റ്റർമാർക്കും സംഘടനകൾക്കും എല്ലാം കൊടുത്ത് ബാക്കി വരുന്നത് നുള്ളിപ്പറക്കി ബാങ്കിലൊക്കെ ഇട്ട് ഒരു വിധത്തിൽ നാട്ടിൽ വന്ന് കഷ്ടം സഹിച്ച് ബാങ്ക് ലോണൊക്കെ എടുത്ത് ഒരു വീട് വെച്ച് ആ വീട്ടില് ആദ്യമായിട്ട് പാല് കാച്ചൽ നടത്തല്ലോ കേട്ടോ. ഈ പാല് കാച്ചിട്ട് പാല് തൂകി പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് നമ്മൾ പെരവാസ്തുലി എന്നാ പറഞ്ഞത്. പുരവാസ്തു ബലി, അതതിന്റെ ഫുൾ നെയിം. അതായത് ഈ പാല് തൂകി പോകുമ്പോൾ അത് വാസ്തുപുരുഷന് കൊടുക്കുന്ന ബലിയാ. ദയവായിട്ട് ഉപദ്രവം ഉണ്ടാക്കരുത്. നിങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചോ, ഈ വാസ്തുലി പരിപാടിക്ക് പോയേക്കരുത്. ഓക്കെ, വാസ്തുബലി, അത് വാസ്തുബലി. ആ പാല് തൂകി പോകുന്നത് വാസ്തു കുടിക്കും കുറെ കഴിയുമ്പോൾ. ഓക്കെ, നിങ്ങളൊരു ചായയൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ വന്ന് സോഫയിൽ ഇരുന്നിട്ട് ഒരു ആശ്വാസ നിശ്വാസത്തോടെ, ചായക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അധ്വാനത്തിന്റെ, വേർപ്പിന്റെ, കഷ്ടതയുടെ ജീവിത സാഫല്യമാണ് ഒരു വീട് വെക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിത സാഫല്യം. വെറുതെ ഞാൻ അത് പോട്ടെ, ഈ വീടിന്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ട്, അത് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. വീട് വെക്കുന്നതല്ല കുഴപ്പം, സ്വർഗത്തിലെ ഭവനം നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ദൃഷ്ടി ഇവിടാണ്. വിശ്വാസം ചോർന്നു എന്നാണ്, പ്രത്യാശയുടെ ഉറപ്പ് പോയി എന്നതിനാണ്. ഡേഞ്ചറസ്. നമുക്ക് എല്ലാവർക്കും ഇക്കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു ആത്മശോധന ഉണ്ടാകണം. നിങ്ങൾ എന്നെ ഒരിക്കലും കണ്ടില്ലെങ്കിലും സ്വർഗത്തിൽ വെച്ചെങ്കിലും നമ്മൾ കണ്ടുമുട്ടും. ഷുവർ. കുറച്ചു പേരെങ്കിലും വിശ്വാസം സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പൊ നമ്മുടെ നിക്ഷേപം എവിടെയാണെന്നുള്ളത് നമ്മുടെ ഹൃദയം. നമ്മൾ പുനരുത്ഥാനം ചെയ്തവരാണോ? ഇവിടെ വീട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ ദൈവമാണ് നമുക്ക് തരുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ വിലയേറിയ ഒരു കാര്യം നമ്മുടെ മുൻപിൽ ഉണ്ട്. അതിനോടുള്ള എക്സൈറ്റ്മെന്റ് നമുക്ക് പോകുന്നുണ്ടെങ്കിൽ, എനിക്ക് ഞാനൊരു ചെറിയ വേണ്ട, ഇത് ഒത്തിരി ആയാലും ശരിയാവില്ല, കാരണം യു മേ മിസ്അണ്ടർസ്റ്റാൻഡ്. ശരിക്കും ഈ ഒരു പ്രലോഭനം ഉണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് മലയാളിയല്ല, കന്നഡ സ്വദേശിയാണ്. ഒറ്റയ്ക്ക് വിശ്വാസം വന്നൊരു മിഷണറി ആയിരുന്നു. ഐ മാരീഡ് ഹർ, ഷി വാസ് എ മിഷണറി. അപ്പോ അവരുടെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കണ്ടീഷനും ഇല്ല. ഒരു കണ്ടീഷൻ ഉണ്ട്, വസ്ത്രങ്ങളല്ലാതെ ഒന്നും എടുക്കരുത് എന്നുള്ളതാണ് കണ്ടീഷൻ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ളത് വിഷമിക്കണ്ട, എന്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുക്കുന്നില്ല. ദൈവം എന്തെങ്കിലും തരുന്നത് മതി. കാരണം നമ്മുടെ വേല അങ്ങനെയാണ്, നമ്മുടെ ശുശ്രൂഷ അങ്ങനെയാണ്. നമ്മൾ എവിടെയാ താമസിക്കുന്നത്, എവിടെ ജീവിക്കുന്നു നമുക്ക് അറിയില്ല, നാളെ എവിടെ ആയിരിക്കും അറിയത്തില്ല. അതുകൊണ്ട് ഒരു അൺസർട്ടനിറ്റി ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോടും പറഞ്ഞു, കർത്താവ് അവിടെ നിന്ന് ഇവിടെ ഒന്നും എടുക്കുന്നില്ല, നീ തരുന്നതുകൊണ്ട് മാത്രം ജീവിക്കൂ. അത് സമ്പാദ്യമായി മാറരുത്, അത് സമ്പാദ്യമായി മാറരുത്. ഞാൻ മരിക്കുമ്പോഴും എനിക്ക് അസറ്റുകൾ ഉണ്ടാകരുത്. അപ്പോ ഇതിനെ തോൽപ്പിക്കാനുള്ള പ്രലോഭനങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്, പിതാവിന്റെ വക സ്വത്തുക്കൾ വേണ്ടെന്ന് വെക്കണം, വൈഫിന്റെ വക. ഇതെല്ലാം അവർക്കെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എന്റെ ഭാര്യ വീട്ടിൽ ഒരു ദിവസം ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം നടന്നത് ഞാൻ പറയാം. വൈ ഗോഡ് ഈസ് ലീഡിങ് മീ ടു ദാറ്റ് ഡയറക്ഷൻ. ഇത് എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാനൊന്നും മടിച്ചത്. ഇത് ദൈവം വ്യക്തിപരമായി ഓരോരുത്തരും നടത്തുന്ന വഴികളായി, മേ നോട്ട് ബി ആപ്ലിക്കബിൾ ടു യു. പക്ഷെ ഞാനിത് പറയുമ്പം ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ പറയുന്നത്, ദൈവം നമുക്ക് തരുന്നതാണ് ഏറ്റവും വലിയ ധനമെന്നും ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും അങ്ങനെ എന്ത് ശാന്തം. ഓക്കെ, ഒരു ദിവസം ഞാൻ എൻ്റെ വൈഫിന്റെ വീട്ടിൽ ഒരു 3-4 years ബാക്ക്, മേ ബി 6 years ബാക്ക്, വൈഫിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവര് സ്വത്ത് പാർട്ടീഷൻ ചെയ്യാനുള്ള പരിപാടി. ഇപ്പൊ 8 പിള്ളേരാണ്, 4 ആണും 4 ഒരു മൂത്ത ചേട്ടൻ പറയാണ്, അവർ കുറെ അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി, ഇത് കുടകാണ്. ഇപ്പൊ എന്റെ മൂത്ത ബ്രദറിലോ പറഞ്ഞു, ഇതെല്ലാം ഈക്വൽ ആയിട്ട് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ താല്പര്യം. കാരണം ദൈവത്തിന് മുമ്പിലും ഗവൺമെന്റിന് മുമ്പിലും സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അതുകൊണ്ട് അങ്ങനെ മതി. എന്റെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, സ്വീകരിക്കാൻ പെർമിഷൻ ഇല്ല, ദൈവത്തിന്റെ പെർമിഷൻ ഇല്ല. പുള്ളി പറഞ്ഞു, ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ പേര് എഴുതി വയ്ക്കും, നിങ്ങളിത് ഗവൺമെന്റിന് കൊടുക്കോ, മിഷന് കൊടുക്കോ, ചുമ്മാ കളയോ, വേറെ ആർക്കെങ്കിലും കൊടുക്കോ, ഇതൊന്നും പ്രശ്നമില്ല, ബട്ട് കുടുംബ സ്വത്താണ്, അത് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര കുരുട്ടുബുദ്ധി, മനുഷ്യന് ആദമിന്റെ ബുദ്ധിയാണ്. അപ്പൊ എന്റെ ഉള്ളിലേക്ക് ഒരു ഐഡിയ ഉണ്ടായി. ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീട് വെക്കാം, വീടല്ല, ഒരു മിഷണറി റിട്ടയർമെന്റ് ഹോം. ഈ പ്രായമാവുന്ന മിഷണറിമാർക്ക്, സ്വന്തമായി ഒന്നും ഇല്ലാത്തവർക്ക് അവസാന കാലം ചെലവഴിക്കാൻ, അവർക്ക് വന്ന് താമസിച്ച് മരിക്കുന്ന കാലം വരെ ജീവിക്കാനുള്ള വൃദ്ധസദനം. അത് ആർക്കാ? മിഷണറിമാർക്ക് മാത്രം. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്ക് അന്ന് അറിയാവുന്ന കുറച്ച് മിഷണറീസ് ഉണ്ട്, കഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ ഒന്നും ഇല്ലാതെ. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര അഭിമാനം തോന്നി. ആള് കൊള്ളാമല്ലോ, നീ ഇത്രയൊക്കെ ചിന്തിച്ചല്ലോ, ഏതെങ്കിലും ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ കൊടുത്തേക്കാമെന്നോ ആലോചിച്ചു. രാവിലെ 7 മണിയായപ്പോ 6:30 ആയിക്കണം. ഞാൻ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നു, പെട്ടെന്ന് ഞാൻ ശബ്ദം കേൾക്കുകയാണ്, നിന്റെ പണി തീർന്നു, നീ റിട്ടയർ ചെയ്തു. ഞാനത് ആരുടെ എന്നോട് ഇത് സംസാരിക്കുന്നു? ഒന്നാമത് ഒരു മലയാളം എന്നോട് മാത്രമേ പറയാറുള്ളൂ. അവരാരും എഴുന്നേറ്റിട്ടില്ല. തന്നെയല്ല, നിന്റെ പണി തീർന്നു, നീ റിട്ടയർ ചെയ്തെന്ന് ഒരിക്കലും അവർ എന്നോട് പറയില്ല. കാരണം ഐ എം ദ എൽഡസ്റ്റ് സണ്ണിലോ. വളരെ ബഹുമാനത്തോടെ അവർ എന്നോട് സംസാരിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ചുറ്റും നോക്കി, ഇറങ്ങി നടന്നു നോക്കി, ഒരു മനുഷ്യനില്ല. ഞാൻ വിചാരിച്ചു മേ ബി എന്റെ മനസ്സിൽ വന്ന ഒരു തോട്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയതായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, പത്തനാപുരത്ത്. നമ്മൾ മെയ് 14-ാം തീയതി, ഡേറ്റ് കറക്റ്റ് ആട്ടോ, മെയ് 14-ാം തീയതി നമ്മളൊരു മീറ്റിംഗ്, 11-ാം തീയതി ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തു കേട്ടോ, അത് നടക്കില്ല. അപ്പം അന്ന് ഇന്നത്തെ പോലെ അല്ല,
വർഷത്തിൽ 4 മീറ്റിംഗ്സ് ഒക്കെ ഉള്ളൂ. എന്റെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ കർത്താവ് മെസ്സേജ് വന്നിട്ടുണ്ട്, പറയടാന്ന് പറഞ്ഞു. ആരെങ്കിലും വിളിക്കണ്ടേ? ഇത് ക്യാൻസൽ ആയി കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്നൊരു സുബോധം ഉണ്ടായി. ഇനി ദൈവം എന്നോട് റിട്ടയർമെന്റ് ചെയ്യാൻ പറയുവാണോ? കർത്താവേ, ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ചോദിച്ചു, കർത്താവേ നീ എന്നോട് റിട്ടയർമെന്റ് ആവശ്യപ്പെടുവാണ്? അപ്പൊ കർത്താവിന്റെ ശബ്ദം എനിക്ക് മനസ്സിലായി. അതിങ്ങനെയായിരുന്നു, നീ ഈ വീട് മിഷണറിമാർക്ക് റിട്ടയർമെന്റ് ഹോം പണിയാൻ പോവാന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം എന്താ നിനക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയോ? പ്രായമാകുമ്പോൾ നിന്റെ ഒന്നും കാണുന്നില്ല. ആ സമയത്ത് റിട്ടയർമെന്റ് ഹോം ഉണ്ടെങ്കിൽ നിനക്കൊരു റൂം എന്തായാലും കിട്ടാതെ പോകില്ലല്ലോ. അപ്പൊ നിനക്ക് അവസാനം കയറി കൂടാൻ ഒരു സ്ഥലമാണ് നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഞാൻ വിതയ്ക്കുന്നിടത്ത് വിതയ്ക്കാത്തിടത്ത് കൊയ്യുകയും വിതറാത്തിടത്ത് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടനായ യജമാനാണെന്നും നിന്നെ ഞാൻ ആവശ്യം കഴിയുമ്പം വലിച്ചെറിഞ്ഞ് കളയുമെന്നും നീ ചിന്തിക്കുന്നതുകൊണ്ട് നീ അവസാന കാലത്ത് നിനക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കാൻ നടക്കുമല്ലേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ പരിപാടി നിർത്തിയിട്ട് അതുണ്ടാക്കിക്കും. റിട്ടയർമെന്റ് ഹോം ഉണ്ടാക്കാനുള്ള പണം ഞാൻ തരാം, നീ ആ പണി നോക്കിക്കോ, ഇത് വിട്ടേക്കും. എന്റെ ഹൃദയത്തിനകത്തൊരു കത്തി കുത്തി ഇറക്കിയ പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്, ഓടിക്കോ. നമ്മൾ ഇവിടെ യാതൊരു നിക്ഷേപത്തിനും നിൽക്കരുത്. എന്ത് പറയാൻ കാരണം, ദൈവം നമ്മളെ ഓടിച്ചോടിച്ചിടുക്ക് വഴിയുടെ കയറ്റി വരുന്നത്. അല്ല, ഞാൻ പൊടി പോലും കാണാനായിരുന്നല്ലേ. ബിക്കോസ് നമ്മുടെ ബുദ്ധി എപ്പോഴും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓടുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ സമയത്ത് ആ പരിജ്ഞാനം കർത്താവ് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ആ റിട്ടയർമെന്റ് ഹോമിന്റെ മാനേജരായിട്ടിരുന്നേ. മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ്. അപ്പൊ ഇത് പറയാൻ നിങ്ങളുടെ മുമ്പ് ഞാൻ ഉണ്ടാവില്ല. അന്ത്യകാലത്ത് പ്രത്യാശയിൽ നോക്കി യേശുക്രിസ്തുവിൽ ജീവിക്കേണ്ട ഒരു 5-6 പേരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കാൻ കർത്താവ് ചിലപ്പോൾ എന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ഉപയോഗപ്പെടില്ല. അപ്പൊ അന്ത്യകാലത്ത് പരിജ്ഞാനമുള്ള ജനം, ക്രിസ്തുവിന്റെ ജനം എഴുന്നേറ്റ് അവനെ മാത്രം വെളിപ്പെടുത്തുന്ന, ആ ഇടുക്ക് വഴി വെളിപ്പെടുത്തുന്ന ആ ഒരു കൃപാവരങ്ങളിലേക്ക് നമ്മൾ നടത്തപ്പെടേണ്ടതാണ്. ഇത് പുനരുത്ഥാനത്തിന്റെ ജീവനാണ്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ദൈവം നിങ്ങൾക്ക് വീട് തരില്ലെന്ന്, സ്വത്ത് തരില്ലെന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നും അല്ല നമ്മുടെ വാഗ്ദത്വം. അതെല്ലാം നിങ്ങൾ ചോദിച്ചു മേടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ക്രിസ്തീയ ഫെയ്ത്ത് അതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദാറ്റ്സ് നോട്ട് ഫെയ്ത്ത്. ക്രിസ്തീയ വിശ്വാസം പ്രത്യാശയെ സംബന്ധിക്കുന്നതാണ്. അത് നിത്യമായതാണ്, അത് അഴിഞ്ഞു പോകാത്തതാണ്. ലോകത്തിൽ ആർക്കും എടുത്തു മാറ്റാത്തതോ കള്ളന്മാർക്ക് തുറന്നു മോഷ്ടിക്കാനോ പറ്റാത്തതുമാണ്. ആ ഒരു നിത്യമായ പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പ്രത്യാശയ്ക്ക് വളരെ ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും മാറിപ്പോയ ഒരു കാലവുമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം വളരെ റെലവെന്റ് ആയിട്ടുള്ളത്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മോട് പറയുന്നത് ഈ പ്രത്യാശയുടെ ആ ഒരു ഓട്ടത്തെ കുറിച്ചാണ്. ജെന്യുവിൻ ഫെയ്ത്ത്, റിയൽ ഫെയ്ത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പത്രോസിന്റെ ലേഖനം നമ്മോട് പറയുന്നത്. 1 പത്രോസിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച ശേഷം നമുക്ക് 2 പത്രോസിലേക്ക് പോകാം. ചില വാക്യങ്ങൾ പത്രോസിന്റെ 1 പത്രോസിന് ഞാൻ വായിക്കാം. 7 മാത്രമല്ല. ഒന്ന് ഞാൻ എടുത്തോട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം. ഒരു ബ്രദർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് 1-ാം അധ്യായം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച്, സാങ്ക്ടിഫിക്കേഷൻ, ഹോളിനെസ് പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നു. ഇത് എല്ലാവർക്കും അല്ല കേട്ടോ. ഇതെങ്ങനെയുള്ളവർക്ക് എഴുതുന്നത്? ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ആത്മാവിനാലുള്ള വിശുദ്ധീകരണം പ്രാപിക്കുന്നവരാണ്. ഓക്കെ, ആത്മാവിനാലുള്ള വിശുദ്ധീകരണം. ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കും. എന്താണ് ഈ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അതൊരു പിക്ചർ വഴി കാണിച്ചു തരാം. വാട്ട് ഈസ് ഹോളിനെസ് ഓർ സാങ്ക്ടിഫിക്കേഷൻ?
ഓക്കെ, ഞാനൊരു മനുഷ്യന്റെ പിക്ചർ ഇവിടെ വരയ്ക്കാം. ഇതാണ് മനുഷ്യൻ. എല്ലാവരും മനുഷ്യനെ കണ്ടല്ലോ. ഇത് മനുഷ്യനാക്കി എടുക്കണം നമ്മൾ. എങ്ങനെ ആക്കി എടുക്കും? ഇത് ശരീരം, ഇത് മനസ്സ് അല്ലെങ്കിൽ പ്രാണൻ, ഇത് ആത്മാവ്. മനുഷ്യനെ മനസ്സിലായല്ലോ. ഈ ആത്മാവ് ഡെഡ് ആയിരിക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നു അല്ലേ? ഇത് മരണം ആണെന്ന് സൂചിപ്പിച്ചു. ഡെഡാണ്. ആത്മാവുണ്ട്, പക്ഷെ ഡെഡാണ്. പ്രവർത്തിക്കുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഈ മനസ്സും ശരീരവും തമ്മിലുള്ള മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ജഡജീവിതം. ഇതിനെയാണ് നമ്മൾ ഫ്ലഷ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ ഫ്ലഷ് അല്ലെങ്കിൽ ജഡം എന്ന്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പുറം മനുഷ്യൻ, എക്സ്റ്റേണൽ മാൻ, ഔട്ടർ മാൻ, പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പഴയ മനുഷ്യനോ ഈ പഴയ മനുഷ്യൻ തീരുമാനം എടുക്കുന്നതെല്ലാം പ്രാണൻ ആൻഡ് ശരീരം ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു തീരുമാനം. ഉദാഹരണത്തിന്, നിങ്ങളൊരാൾ എന്നെ തല്ലിന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്റെ മുമ്പിൽ, ഞാനൊരു ജഡ മനുഷ്യനാണെങ്കിൽ എന്റെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ തിരിച്ചതല്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ അതൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം തിരിച്ചടിക്കുക, ഓപ്ഷൻ നമ്പർ 1. ഇനി ഓപ്ഷൻ നമ്പർ 2, വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുക, പാസ്റ്റർ പറയാ, പാസ്റ്ററേ അവൻ എന്നെ തല്ലി, കംപ്ലൈന്റ്. അത് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പൊ ഞാൻ തല്ലിയില്ല, ഞാൻ നീതിമാനാ. 3, അവനെ 4 ചീത്ത പറയാ, എന്നിട്ട് പറയാ നീ ഇങ്ങനെ ജീവിച്ചാൽ മതിയോടാ ചോദിച്ചു ഉപദേശിക്കുക. 3ാമത്തെ വഴി. ഇനിയുണ്ടോ വഴികള്? 4, ഇനി അവനോട് മിണ്ടണ്ട എന്ന് തീരുമാനിക്കാം, അവനുമായിട്ട് ഇനി കൂട്ടായ്മ ഇല്ലാന്ന് തീരുമാനിക്കും. 4 വഴി. ഇത്തരം വഴി ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം ചിന്തിച്ചായിരുന്നു? ഇല്ല. ഇനി ആലോചിച്ചാൽ ഇതിനകത്ത് വഴികൾ കാണും. കാരണം നമ്മുടെ ബുദ്ധി കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ പഴയ മനുഷ്യന് പല പല റിസോഴ്സ് ഉണ്ട്. ഉദാഹരണം, നിങ്ങളുടെ പൈസ ഇല്ലെന്ന് വിചാരിച്ചു, നമ്മൾ ബുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കൂട്ടുകാരോട് ചോദിക്കാം, സഹോദരങ്ങളോട് ചോദിക്കാം, അല്ലെ ബാങ്കിൽ ലോൺ കിട്ടുമെന്ന് നോക്കാം, അല്ലെ? ഇതൊന്നുമല്ല, മഹാഭാവിയാണെങ്കിൽ ആരുടെയെങ്കിലും അടിച്ചു മാറ്റാമെന്ന് നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് നോക്കും. 100,000 വഴികളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനാണ്, അയ്യോ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് എക്സ്റ്റൻഷൻ ചോദിക്കും. പല 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 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബുദ്ധി കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വളരെയധികം വർദ്ധിക്കും. ഓക്കെ, ഈ ആദ്യം പറഞ്ഞ അടി കൊള്ളുന്ന കേസിലെ ഞാൻ 4-5 വിഷയങ്ങൾ പറഞ്ഞാൽ, ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ആത്മാവിന്റെ ഒരു വിഷയം പറഞ്ഞു ഞാൻ? ഒന്നുകൂടെ പറയാം. തിരിച്ചു തല്ലുന്നു, 2 കംപ്ലൈന്റ് ചെയ്യുന്നു, ഇനി 3ാമത്തേത് അവനോട് വഴക്കുണ്ടാക്കി ഉപദേശിക്കുന്നു, 4 ഇനി അവനോട് മിണ്ടണ്ട, അവനെ വിട്ടേക്കാം, അവനായിട്ടൊരു കൂട്ട വേണ്ട എന്ന് തീരുമാനിക്കും. 4. ഇതിനകത്ത് എവിടെയെങ്കിലും ആത്മാവിന്റെ ഒരു വഴിയുണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവനെ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, പോകുന്ന വഴിക്ക് പോട്ടെ, അവനൊരു ഒറ്റ ദേശത്ത് ചെയ്തായിരിക്കും, വിട്ടേക്കാം എന്ന് വരികയായിരിക്കും. ഇതിലേത് ആത്മാവ് പറഞ്ഞത്? ഇതിലൊന്നുമില്ല. അതാണ്. ഇതിനകത്ത് നല്ല മനുഷ്യനെ നമ്മൾ കണ്ടു, ചീത്ത മനുഷ്യനെ കണ്ടു, വഴക്കാളിയെ കണ്ടു, പക്ഷെ ആത്മാവിനെ മാത്രം കണ്ടില്ല. ആത്മാവ് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നറിയോ? അതാണ്
ആത്മാവിന്റെ വിശുദ്ധീകരണം. ആത്മാവ് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു ലൈഫുണ്ട്. ആ ലൈഫിൽ എന്നോട് പറയുന്നത്, നിന്നോടുള്ളവന്റെ പ്രൊവോക്കേഷൻ നിന്റെ പാപമാണ്. കർത്താവെ, ഞാൻ എന്നാ ചെയ്തു കർത്താവെ? നീ മുഴുവൻ പാപമാണല്ലോ. അപ്പൊ നിന്റെ എന്തോ ഒരു കാര്യം അവനെ കട്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ കുഴപ്പമാണ്. നീ അവനോട് ക്ഷമ പറ. എന്താ മോനെ ചോദിക്കുക. അവന്റെ ഉള്ളില് നിന്റെ ഉള്ളിൽ അവനോട് സ്നേഹം ഉണ്ടാകട്ടെ. ഓ, അത് ഇവനോട് മാത്രം പറ്റത്തില്ല. അവൻ അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചതാണ്, അവനോട് ചീത്ത പറഞ്ഞാണ്. ജഡം. അപ്പൊ ആത്മാവിന്റെ ജീവൻ സാധാരണഗതി എല്ലാവർക്കും ഇല്ല. അത് ആർക്കേ ഉള്ളൂ? അത് വീണ്ടും ജനിച്ചവർക്കേ ഉള്ളൂ. അപ്പൊ വീണ്ടും ജനിച്ചവന് വേറൊരു ശബ്ദം കേൾക്കാം. അത് ഈ ആത്മാവിന്റെ ശബ്ദം. ഇവിടെ നിന്ന് വരുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം എന്തായിരിക്കും നമ്മൾ പറയുന്നത്? ഒറ്റ കാര്യമായിരിക്കും പറയുന്നത്. എന്തായിരിക്കും? ജീസസ് ക്രൈസ്റ്റ്. പാപികളാലുള്ള ഇത്ര വലിയ ഉപദ്രവം സഹിച്ചവനായ ക്രിസ്തുവിനെ ധ്യാനിച്ചോ. അതല്ലാതെ നിനക്ക് വേറൊരു വഴി. അപ്പൊ ഞാൻ ക്രൂശിൽ കിടക്കുകയാണ്, യേശുവിന്റെ കൂടെ മരിച്ചു. ഞാൻ പറയാം, കർത്താവെ, ഇവൻ ചെയ്തത് ഇവൻ അറിയാതെയാണ്. ഇവന്റെ പാപം ഇവനോട് കണക്കിടല്ലേ. ഇവനൊരു ഉപദ്രവം ഉണ്ടാവില്ലേ കർത്താവ്. ഇവന്റെ പാപം ഇവന്റെ അക്കൗണ്ടിൽ ഇടല്ലേ കർത്താവെ. സ്നേഹം. അപ്പൊ എന്താണ് വിശുദ്ധീകരണം? ആത്മാവ് നമുക്ക് തരുന്ന ഒരു പുതിയ ജീവനുണ്ട്. അത് നമുക്ക് തരുന്ന വോയിസസ് വേറെയാണ്, ശബ്ദങ്ങൾ വേറെയാണ്. നമുക്ക് ജഡത്തിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ പറ്റാത്ത ശബ്ദങ്ങളാണ് ആത്മാവ് നമുക്ക് തരുന്നത്. അപ്പൊ ആത്മാവ് നമുക്ക് തരുന്ന പുതിയ സ്വഭാവമുണ്ട്. ആ പുതിയ സ്വഭാവമാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വി ആർ സാങ്ക്ടിഫൈഡ്, സെപ്പറേറ്റഡ്. വി ആർ ഗെറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് നോ വൺ എൽസ് വുഡ് ഗെറ്റ്. വി ആർ ഗെറ്റിംഗ് എ ലൈഫ് ഫ്രം ദ ലോർഡ്. ഇതാണ് ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കം. ന്യൂനെസ് ഓഫ് ലൈഫ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ വിശുദ്ധീകരണം എന്താന്നുള്ള ചോദ്യം, ആത്മാവിന്റെ വിശുദ്ധീകരണം എന്താന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ അപ്പോസ്തലിക ഉപദേശങ്ങൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. റോമാലേഖനം 1 മുതൽ എഫേസ്യ ലേഖനം 3:15 വരെ, 14 വരെ, 15 വരെ നീതീകരണത്തെക്കുറിച്ചും, അതായത് ദൈവം സൗജന്യമായിട്ട് നമുക്ക് തരുന്ന തെരഞ്ഞെടുപ്പ്, നമ്മളെ നീതിമാൻ എന്ന് ദൈവം ഡിക്ലെയർ ചെയ്യുന്നത്, നമ്മളെ മകനായി അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ നീതീകരണത്തിന്റെ ഭാഗമാണ്. നമ്മുടെ അഡോപ്ഷൻ ആസ് ചിൽഡ്രൻ. ഇനി 3:16 മുതൽ വിശുദ്ധീകരണമാണ്. നമ്മൾ ഈ വിശുദ്ധീകരണത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വിഷയം, ഒരു മിനിറ്റ്, ഓക്കെ, ഈ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ഞാൻ ഈ തൽക്കാലം ഇതൊന്ന് മായ്ക്കണം എന്നുണ്ട്. മാച്ചേക്കാം, നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുമല്ലോ ഇതൊക്കെ. ഓക്കെ, എന്താണ് വിശുദ്ധീകരണം? ഇതിന് 2 പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പേഴ്സിനകത്ത് ഇരുന്ന് എന്തായിരുന്നു എന്റെ പേഴ്സിനകത്ത്? ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ? ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ ദ പേഴ്സ്. അതുപോലെ ചേസ് എന്ന് പറഞ്ഞാൽ ഞാനാണ് കേട്ടോ. ഇൻ ക്രൈസ്റ്റ്. ചേസ് ഞാൻ എഴുതിയേക്കുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതണേ. ചേസ് എഴുതി വെക്കല്ലേ, നോട്ട് എഴുതുന്നുള്ളവര് നിങ്ങളുടെ പേര് എഴുതണേ. ഐ ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ. എപ്പോ സംഭവിച്ചു? ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. സോ ദാറ്റ് ഹാപ്പൻ മച്ച് ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഞാൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഐ ബിക്കെയിം വെരി റിച്ച് ബൈ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് എനിക്ക് ക്രിസ്തുവിന്റെ മുഴുവൻ സമ്പത്തിന്റെ ഞാൻ അവകാശിയായിരുന്നു ഇൻ ക്രൈസ്റ്റ്. പക്ഷെ ഞാൻ ചൈൽഡാണ്, എനിക്ക് അറിയില്ല, ഞാൻ ഉണ്ടായിട്ടുമില്ല അന്നൊന്നും. ഉണ്ടായി ചൈൽഡായിരിക്കുമ്പോൾ ഒന്നും എനിക്ക് ഇത് അറിയത്തില്ല, ഞാൻ ഭയങ്കര ധനവാനാന്ന് അറിയത്തില്ല. പക്ഷെ അവകാശിയാണ്, കാരണം ക്രിസ്തുവിൽ ഞാനുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ചേക്കേ, ഇപ്പൊ ഞങ്ങൾക്ക് 4 പിള്ളേരെ ഞാൻ പറഞ്ഞു, 3 പേര് അഡോപ്റ്റഡ് പിള്ളേരെ. അപ്പൊ എന്റെ അപ്പന്റെ സ്വത്ത് എന്നൊരു വിഷയമുണ്ട്. ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കല്ലെങ്കിൽ ഞാൻ തരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അതാണല്ലോ ഞാൻ ആദ്യം തൊട്ടേ പറയും. നിന്റെ അനിയനും ഞാൻ കൊടുക്കില്ല. അതെന്താ?
നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ആൺപിള്ളേരുണ്ടല്ലോ, അവരുടെ പേരിൽ ഞാൻ ഇത് എഴുതി വെക്കും. പക്ഷെ എനിക്ക് 4 പിള്ളേരുണ്ട്. പക്ഷെ എൻ്റെ അപ്പം നോക്കുമ്പോൾ ഒരാളുള്ളൂ. എന്താ കാര്യം? കാരണം അപ്പൻ അധ്വാനിക്കുമ്പം ഈ കൊച്ചുമകൻ അപ്പനിലുണ്ടായിരുന്നു. അപ്പനിൽ ഒരർത്ഥത്തിൽ ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വന്നതാണ്. മൽക്കിസദേക്കിന് എബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അങ്ങനെ ഒരർത്ഥത്തിൽ ലേവിയും കൂടെ മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന് കാണുന്നു എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ ആദം പാപം ചെയ്യുമ്പോൾ ആദമിൽ നമ്മൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളെല്ലാം പാപികളായി മാറി. ആദം എന്ന ഒരു ഒറ്റ ആളിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായത്. അതുപോലെ അത് ആദമിന്റെ അവകാശിയാണ് നമ്മൾ. അതുപോലെ നമ്മുടെ അപ്പന് നമ്മൾ അവകാശികളാണ്. എന്തുകൊണ്ടാ? അപ്പനിൽ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ലോകത്തിലെ മുഴുവൻ ജനവും ആദമിലുണ്ടായിരുന്നു. എന്നാൽ വിശ്വസിക്കുന്നവരെല്ലാം ആരിലും ഉണ്ട്? ക്രിസ്തുവിലുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ അവകാശം നമുക്കുള്ളതാണോ? ഇനി സംശയം ഉണ്ടെങ്കിൽ എഫെസ്യ ലേഖനം 1:4 മുതൽ ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു. ഇനി ആ പാരഗ്രാഫ് മുഴുവൻ വായിച്ചു നോക്കി. ആത്മീക അനുഗ്രഹങ്ങളുടെ വലിയ ലിസ്റ്റ് ഉണ്ട്. അവിടെ 5ഓ 6ഓ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, ഞാൻ എന്നെ നോക്കിയില്ല. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, അവനിൽ, ഇൻ ക്രൈസ്റ്റ് എന്ന പ്രയോഗങ്ങളോട് മുഴുവൻ നിങ്ങൾക്ക് കാണും. അപ്പൊ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതുകൊണ്ട് എനിക്ക് എന്താ കിട്ടിയെന്നറിയോ? ഐ ബിക്കേം വെരി റിച്ച് വിത്ത് ഹെവൻലി റിസോഴ്സസ്. അവകാശമായിട്ട് കിട്ടി. പക്ഷെ എന്റെ കൈ കിട്ടിയിട്ടില്ല. കാരണം ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എനിക്ക് ഒരുക്കിയ കാര്യമാണ് പറയുന്നത്. എഫേസ്യർ 3:15 വരെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 16 മുതൽ നമ്മൾ കാണുന്നത് വേറെ ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? ക്രൈസ്റ്റ് ഇൻ മീ, ക്രിസ്തു എന്നിൽ. വ്യത്യാസമുണ്ടോ? എന്റെ ജഡത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനായ എന്നിൽ, പാപിയായിരുന്ന എന്നെ കഴുകി ശുദ്ധീകരിച്ചിട്ട് ക്രിസ്തു എന്നിൽ വന്നു വസിക്കും. അത് എപ്പോഴാണ് നടന്നത്? അത് ലോകസ്ഥാപനത്തിന് മുമ്പല്ല, അത് നമ്മൾ വിശ്വസിച്ചപ്പോഴാണ്. ഇനി എഫേസ്യർ 3:16 എന്ന് വെച്ച് നോക്കി. എഫേസ്യർ 3:16. ആരെങ്കിലും വായിക്കോ? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഓക്കെ, അപ്പൊ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നേരത്തെ അടികൊള്ളുന്ന കഥ പറഞ്ഞില്ലേ? ഈ അടികൊള്ളുന്ന കഥയില് അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ അവനോട് ക്ഷമിക്കാൻ പറ്റും, പുറത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ അവനോടൊന്ന് പൊട്ടിക്കാൻ പറ്റും. അപ്പൊ ആത്മാവ് നമുക്ക് എന്താ ചെയ്യുന്നത്? അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കും ക്രിസ്തുവിന്റെ റിസോഴ്സസ് വെച്ച്. ഈ 16 വായിക്കും. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും 17 ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അപ്പൊ ക്രിസ്തു നമ്മളിലായി അല്ലെ? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന എന്തുവാ? ക്രിസ്തുവിൽ നമ്മളെന്നായിരുന്നു. ഇപ്പൊ നോക്കിയേ, വിശ്വാസത്താൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുമ്പോ എന്താ വിശ്വസിക്കുന്നത്? ക്രിസ്തു എന്നിൽ, ക്രൈസ്റ്റ് ഇൻ മീ. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും? അവിടെയാണ് വിശുദ്ധീകരണത്തിന്റെ ടീച്ചിങ് ആരംഭിക്കും. എഫേസ്യർ 3:10. അടുത്ത വാക്യം നോക്കി. പതുക്കെ പതുക്കെ നമ്മൾ സ്നേഹത്തിലേക്ക് വളരാം. സ്നേഹത്തിൽ വേരൂന്നി. നേരത്തെ പാപത്തിലായിരുന്നു വേരൂന്നിരുന്നേ. ഇപ്പൊ പുതിയ മനുഷ്യൻ പാപത്തിലല്ല, സ്നേഹത്തിലാണ് വേരൂന്നുന്നത്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നീളവും ഉയരവും വീതിയും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണം. അപ്പൊ ശരിക്കും വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്തോ? പിതാവ് പുത്രനിലൂടെ നമ്മളിലേക്ക് പകരുന്ന എല്ലാ നല്ല ദാനങ്ങളും നമ്മിൽ നിറഞ്ഞു വരുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് അടുത്ത പടിയായി വിശ്വാസത്തോടെ വീര്യം, അങ്ങനെ ഓരോന്ന് കൂടി
അവസാനം സഹോദര സ്നേഹത്തോടെ സ്നേഹവും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വിശുദ്ധീകരണം അവസാനിക്കുന്നത്. ആ വിശുദ്ധീകരണത്തിന്റെ വലിയൊരു ലോങ് പ്രോസസ്സിൽ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഗുണങ്ങൾ ആത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കി പുറത്തെ മനുഷ്യനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് മനുഷ്യനെ സ്ട്രോങ് ആക്കി ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാക്കി അവന്റെ സ്വഭാവത്തെ നമുക്ക് തരുന്ന ആ പ്രോസസ്സിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇത് ആത്മാവിന്റെ അധിവാസം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വിശുദ്ധരാവില്ല. ഇട്ടോ കുഴപ്പമില്ല. നമ്മൾ ബാഹ്യമായ എന്ത് പ്രവൃത്തി ചെയ്താലും വിശുദ്ധരാവില്ല. അത് കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവരിക്കും. അകത്ത് ക്രിസ്തുവിന്റെ ക്യാരക്ടർ വന്നാൽ മാത്രമേ ശരിയായ വിശുദ്ധീകരണം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിനെ ഈ ലോകത്ത് നടത്തിയ അതേ ആത്മാവ് അവന്റെ ജീവനെ നമ്മുടെ ഉള്ളിലേക്ക് പകരുന്നതിനെയാണ്, അത് നമ്മുടെ ജീവിതമായി മാറുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ബിക്കംസ് ദ ലിവിങ് ദാറ്റ് വി ലിവ്. അത് പഴയതിന്റെ മരണത്തിലൂടെ മാത്രമേ സാധിക്കൂ. സിമ്പിൾ അല്ലേ ഇത്? സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും കേൾക്കാനില്ല, എന്നാ കേൾക്കാനുണ്ട് താനും. എന്നാ മനസ്സിലാക്കേണ്ടത് ഇത്രയും മനസ്സിലായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോവില്ലെങ്കിൽ നിങ്ങളെ ഇനി ആരും ഉപദേശിക്കാൻ പോലും ആവശ്യമില്ല. ബിക്കോസ് ഇഫ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ യു, ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ലോ. നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തു, അതാണ് എഫെസ്യ ലേഖനം 3 തൊട്ട് യൂദായുടെ ലേഖനം 25-ാം വാക്യം വരെ പറയുന്നത് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. അപ്പൊ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അങ്ങനെയുള്ളവർക്ക് ആ വിശുദ്ധന്മാർക്ക് എഴുതുന്നതാണ് പത്രോസിന്റെ ലേഖനം. പത്രോസിന്റെ ലേഖനത്തിന്റെ 1:7 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. വിശ്വാസം വിലയേറിയതെന്നല്ല, വിശ്വാസത്തിന്റെ പരിശോധന, എക്സാമിനേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്, ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് ഈസ് മോർ വാല്യുവബിൾ എന്ന് അവിടെ എഴുതിയേക്കുന്നത് അല്ലേ. എന്നാൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ മൈനർ ഡിഫറൻസ് ഉണ്ട്. അതും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ദ ടെസ്റ്റഡ് ജെന്യൂൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പരീക്ഷണം. വിശ്വാസത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം മാത്രമല്ല. നിങ്ങൾ പലപ്പോഴും പ്രവാചകന്മാരൊക്കെ വരുമെങ്കിൽ ഇങ്ങനെ പറയല്ലേ, വിശ്വസിക്കപ്പെടുന്നവരെ നിങ്ങൾക്ക് അവിശ്വാസിയാകരുത് എന്ന് പറയുമ്പോൾ ഏത് വിശ്വാസത്തെ ഒരു ടാർഗറ്റ് ചെയ്യുന്നറിയോ? അത് ജെനുവിൻ ആണോ അല്ലയോ എന്നായി പരിശോധിക്കുന്നത് ഇപ്പൊ. ഓക്കെ, ഇവിടെ പറയുന്ന ടെസ്റ്റഡ് ജെനുവിൻനെസ്. വിശ്വാസമുണ്ട്, നമ്മളെല്ലാം വിശ്വാസികളാണ്, പക്ഷെ ജെനുവിൻ ആണോ ഫെയ്ത്ത്, ജെനുവിൻ ആണോ എന്നുള്ളൊരു പരിശോധനയായിരുന്നു കോവിഡ്. കർത്താവിനോട് ആദ്യം പറഞ്ഞത്. ഒത്തിരി വിശ്വാസികളുണ്ട്, പക്ഷെ അവർ ശരിക്കും സ്വർഗത്തിലേക്ക് തന്നെയാണോ നോക്കുന്നതെന്ന് അവരെന്ന് അറിയണ്ടേ. എന്ത് പ്രത്യാശയാണ് ഇവർ വെച്ചോണ്ടിരിക്കുന്നത്? ഒരു കുഞ്ഞു വൈറസിനെ നശിപ്പിക്കാവുന്ന പ്രത്യാശ. അതെന്ത് പ്രത്യാശയാണ്? ഏഴ് വിദേശ രാജ്യങ്ങളുടെ യാത്രയാണ് എനിക്ക് ക്യാൻസൽ ആയത്. അമേരിക്ക, കാനഡ, അയർലൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, UAE, ബഹ്റിൻ. എത്ര പറഞ്ഞാണ്? ഇത്രയും 7 or 8. എന്നെ ദൈവം സന്തോഷിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം പോയായിരുന്നെങ്കിൽ ഞാൻ എത്ര പേരുടെ സുവിശേഷം പറയുമായിരുന്നു? അതിന്റെ ഒരു 10 ഇരട്ടി അല്ല, 100 ഇരട്ടി ആളുകളാണ് സൂമിലൂടെ കമ്മ്യൂണിറ്റി. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 10 മണിക്ക് എത്ര പേരാ വചനം കേട്ടത്? എന്നിലൂടെ മാത്രമല്ല, അനേകം ആളുകളെ കർത്താവ് ഈ ലോകം ഒന്നുമല്ലെന്ന് കാണിച്ചു കൊടുത്ത് ക്രിസ്തു ആരാന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഭയങ്കര പണിയാ കർത്താവ് ചെയ്തത്. അതിനിടയിൽ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ വിശ്വാസം ഒന്ന് പരിശോധിച്ചു നോക്കും, ജെനുവിൻ ആണോ അല്ലയോ. ആ പരിശോധന സ്വർണത്തെക്കാളും വിലയേറിയതാന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. സ്വർണത്തെക്കാളും വിലയേറിയ ഓരോ പരിശോധന നമ്മൾ കടന്നു പോകുമ്പോൾ ആ പരിശോധന നമ്മുടെ വിശ്വാസത്തെ ജെനുവിൻ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് കൊണ്ട് അത് ഭയങ്കര വിലയേറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒത്തിരി ആയെന്ന് തോന്നുന്നു അല്ലേ? ആയില്ല, നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം.
2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരും. ഞാനിതൊരു വിശ്വാസത്തിന്റെ പരിശോധനയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് 1 പത്രോസ് എടുത്തത്. 1 പത്രോസിന്റെ വ്യാഖ്യാനങ്ങളും യൂട്യൂബിലുണ്ട്. ഈ യൂട്യൂബിലുള്ള പുസ്തകങ്ങൾ കമന്ററീസ് ആണ്, ഇതിൽ ഓഡിയോ കമന്ററി. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമല്ല, ഓരോ വാക്യം വായിച്ചിട്ട് അതിന്റെ മീനിങ്, യോഹന്നാൻ, റോമൻസ്, 1 കൊരിന്ത്യൻസ്, 2 കൊരിന്ത്യൻസ്, പീറ്റർ, ഇത്രയും പുസ്തകങ്ങൾ, ഹീബ്രൂസ്, ഇത്രയും പുസ്തകങ്ങളുടെ കമന്ററി യൂട്യൂബിൽ അവൈലബിൾ ആണ്. 1 പത്രോസും 2 പത്രോസ് മുഴുവനില്ല. ഓക്കെ, 2 പത്രോസ് തുടങ്ങുമ്പോൾ അവിടെ ഇന്നലെ പറഞ്ഞ പോലെ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം. അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് അതേ വിലയേറിയ വിശ്വാസം ഉണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും, ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു വാക്കാണ് പരിജ്ഞാനം. ഈ വേദപുസ്തകത്തിന്റെ അറേഞ്ച്മെന്റിന്റെ ബ്യൂട്ടി അതാണ്. വിശ്വാസത്തോട് വീര്യം, ഇങ്ങനെ ഓരോന്ന് കൂടി വരണമല്ലോ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ പറയുന്നത്? 1ഉം 2ഉം വാക്യങ്ങൾ, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിന്റെ ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ഉത്സാഹിക്കാം. പിന്നെ അങ്ങോട്ടുള്ളതിനകത്ത് മെയിൻ തീം എന്തായിരിക്കുള്ളൂ? പരിജ്ഞാനമായിരിക്കും. യാക്കോബിന്റെ ലേഖനം പരിജ്ഞാനമാണ്, എങ്ങനെ വിശ്വാസം പ്രവൃത്തി ഉളവാക്കുന്നു. അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനവും വിശുദ്ധീകരണം, പരിജ്ഞാനം, ഫെയ്ത്തിൽ നിന്ന് വളരുന്ന ഭാഗമാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ആത്മാവ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റിലാണ് നമുക്ക് ഈ ഓരോ ലേഖനങ്ങളും തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം, പരിജ്ഞാനം എന്താണെന്നുകൂടെ പറയാം. അതുകൊണ്ട് പറയാതെ നമുക്കത് ശരിയാവില്ല. ഞാൻ പാസ്റ്ററോട് പറയാണ്, പാസ്റ്ററെ, എൻ്റെ ഒരു നയാ പൈസ പോലും ഇല്ല കേട്ടോ, ഞാൻ വളരെ കഷ്ടതയിലാണ് ജീവിക്കുന്നത്. അല്ലെ, നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയാമെന്ന് വെച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുവാണ്, ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പൊ ഈ ചോദിച്ച ആൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. എന്താ ഇൻഫർമേഷൻ? പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കും. പുള്ളി പ്രാർത്ഥിച്ചു, ദൈവം സഹായിച്ചു. അപ്പൊ അതിനെ നമ്മൾ അറിവെന്ന് പറയും. അപ്പൊ ഇവൻ ഇനി നാളെ ഒരാളുടെ പറയും, അറിയാമോ, പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. That became a knowledge. Previously it was only an information. Then when he experienced it, it became knowledge. ഇനി അടുത്തത് പരിജ്ഞാനം, ഇഷ്ടം. ഞാൻ പാസ്റ്റർ പറയാം, പാസ്റ്റർ എൻ്റെ ഒരു നയാ പൈസ ഇല്ല, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. പാസ്റ്റർ പറയാം, ബ്രദറെ, നമ്മളെല്ലാ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഒരു നയാ പൈസ കയ്യിലില്ലാതെ കർത്താവ് ജീവിച്ചില്ലേ? മത്സ്യത്തിന്റെ വായിൽ നിന്ന് ദ്രഹ്മ എടുത്ത് കൊടുത്തില്ലേ? ദൈവം അങ്ങനെ നടത്തിക്കുള്ളൂ. കർത്താവിനെ അങ്ങനെ നടത്തുക. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ അങ്ങനെയാണ് പരിജ്ഞാനം. വാട്ട് വുഡ് ജീസസ് ഡു? യേശു എന്ത് ചെയ്യുമായിരുന്നു? അതാണ് പരിജ്ഞാനം. അപ്പൊ അടിസ്ഥാനങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലം പരിജ്ഞാനത്തിന്റെ തലമാണ്. ഇതെല്ലാം വിശദീകരണത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. പരിജ്ഞാനത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ. അത് ഇംഗ്ലീഷിൽ വളരെ രസകരമാണ്. മഹത്വത്താലും വീര്യത്താലും വിളിച്ചൊന്നല്ല, മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വിളിച്ചു. ഡെസ്റ്റിനേഷനാണ് അവന്റെ മഹത്വം, അവന്റെ ഗ്ലോറി നമുക്ക് ലഭിക്കാൻ പോകുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് called us to his own glory and excellence. നമ്മൾ എങ്ങോട്ടാണ് വിളിച്ചേക്കുന്നത്? ഒത്തിരി ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നല്ല. സ്വർഗത്തിൽ പോവും, പക്ഷെ വിളി സ്വർഗത്തിലേക്കല്ല. അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ തെരഞ്ഞെടുത്തു. അവന്റെ മഹത്വത്തിലേക്കും അവന്റെ പെർഫെക്ഷനിലേക്കും നമ്മളെ വിളിച്ചു. He called us to his glory and excellence. അപ്പൊ അത്രയും വലിയ വിളിയാണെങ്കിൽ നമുക്ക് ആ യാത്രയ്ക്ക് വേണ്ടതെല്ലാം കിട്ടണമല്ലോ. ഇപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അവന്റെ അതേ മഹത്വത്തിലേക്ക് ഒരാൾ നടക്കുമ്പോൾ അവന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം എന്താണ്? അപ്പൊ എന്ത് ജീവന് വേണ്ടിയുള്ളതാ? ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം വേണോ അതെല്ലാം കർത്താവ് റിസോഴ്സ് ആയിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല ബ്രദറെ, പറയാൻ പറ്റില്ല. എന്താ കാരണം? അവനോട് ക്ഷമിക്കാനുള്ള ധനം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം പരിജ്ഞാനത്തിൽ ജീവിക്കാൻ, ഭക്തിയോടെ ജീവിക്കാൻ, ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കുള്ള യാത്ര,
ആ യാത്രയ്ക്ക് എന്തെല്ലാം ധനം വേണോ അതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട്. ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, അനുസരിക്കാൻ. നമുക്ക് ഈ ലോകത്തിന്റെ മഹത്വത്തിലേക്ക് പോകാൻ എന്ത് ധനം വേണ്ടത്? പൈസ വേണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം, സ്വാധീനം വേണം, സൗന്ദര്യം വേണം, ശക്തി വേണം. ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് പോകാനോ, അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും പോകാൻ എന്താ വേണ്ടത്? അവന്റെ സ്വഭാവം വേണം, അവന്റെ ആത്മാവ് വേണം, കൃപാവരങ്ങൾ വേണം, കൃപയുടെ നിറവ് വേണം, കർത്താവിന്റെ അരുളപ്പാടുകൾ വേണം, ശക്തി വേണം, ആന്തരിക മനുഷ്യന് ശക്തി വേണം, വിശ്വാസത്താൽ ആത്മാവിന്റെ അധിവാസം അനുഭവിക്കും. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം, അത് വളർന്നു വരണം, ക്രിസ്തുവിന്റെ പുതിയ ജീവൻ നമ്മളിൽ വളരണം. ഇതൊക്കെ ആര് തരും? ഇതൊക്കെ നിങ്ങൾക്ക് വഴിയിൽ വെച്ചിട്ടുണ്ടെന്നോ? അതാ വാക്യം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ജീവനും ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചു പോകാനുള്ള കഞ്ഞിയും പയറും, പിന്നെ ഭക്തിക്കുള്ളതെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയിട്ടുള്ള സ്തോത്രകാഴ്ചയും വണ്ടി എന്നാ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായത് ആ ജീവനെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. പരിജ്ഞാനത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അത് മാനുഷികമായ ധനത്തെക്കുറിച്ചല്ല, അത് ക്രിസ്തുവിന്റെ വീര്യത്തിലേക്ക് നടക്കാൻ, അവന്റെ പെർഫെക്ഷനിലേക്ക് നടക്കാൻ വേണ്ട ധനത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ തരുമ്പോ നമുക്ക് എന്ത് സംഭവിക്കും? അടുത്ത വാക്യം, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന ഈ ധനത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ കർത്താവിന്റെ ആൾക്കാരാണ്. നമുക്ക് വലിയ ധനം കർത്താവ് വെച്ചിട്ടുണ്ട്, വലിയ വാഗ്ദത്തമാണ്, ആണയോടുകൂടിയ വാഗ്ദത്തം. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അപ്പൊ നമ്മളെല്ലാം വാഗ്ദത്തത്തിന്മേൽ മുറുകെ പിടിക്കുന്നവരെ. അല്ല നിങ്ങളുടെ വിസ കിട്ടുന്ന വാഗ്ദത്തം പോലല്ല ഇത്. ഇത് കർത്താവ് ആണയിട്ട് പറഞ്ഞ വാക്ക്. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവനും തന്റെ മുകളിലുള്ള ആരെ കൊണ്ടും ആണയിടാൻ ഇല്ലാത്തതുകൊണ്ട് അവൻ തന്നെത്താൻ ഒരാണയിട്ടു, നിങ്ങളെ ശരണത്തിനായി ഓടി വരുന്നവരെ രക്ഷിക്കുമെന്നും തേജസ്സിലേക്ക് നടത്തുമെന്നുമുള്ള രണ്ട് കാര്യങ്ങളാൽ സ്ഥാപിതമാകുന്ന ആണ്. ഈ ആണയിടുന്ന നിങ്ങൾ ആരെ കുറിച്ച് ആണയിടുന്നത്? നിങ്ങളുടെ വീട്ടിൽ കൂടെ നടക്കുന്ന ഒരു പൂച്ചയെ ചൊല്ലി നിങ്ങൾ ആണയിടുവോ? ഇല്ല, ഇടില്ല. കാരണം നിങ്ങൾക്ക് വലുതെന്ന് തോന്നും, മഹത്വമേറിയത് എന്തെങ്കിലും ചൊല്ലി ആണയിടുള്ളൂ. അപ്പൊ ദൈവത്തിന് നോക്കിയപ്പോ ദൈവത്തെക്കാൾ വലുതാരുമില്ല. അപ്പൊ ദൈവത്തെ ചൊല്ലി തന്നെ ആണയിട്ടു. എന്നിട്ട് പറഞ്ഞു, ശരണത്തിനായി ഓടി വരുന്ന ഒരുത്തനും. അതുകൊണ്ടാണ് നമ്മൾ അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ധനത്തെ സംബന്ധിക്കുന്ന വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ വിടുതല. അതാണ് വിടുതൽ. നിങ്ങൾ ലോകത്തിലെ പല വിടുതലുകളുടെ പുറകെ നടക്കുകയാണ്. പ്രവാചകന്മാരെ സൂക്ഷിച്ചോ, പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോ എന്നല്ല, നിങ്ങൾ പ്രവാചകന്മാരെ സൂക്ഷിച്ചോ എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഇന്ന് അന്ത്യകാലത്തെ പ്രവചനങ്ങളെല്ലാം ലോകമാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ധനം എന്ന് പറയും. എന്നോട് 2003 ഒരു പ്രവാചകൻ പ്രവചിച്ചാണ്, 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ അമേരിക്കയിലായിരിക്കും. ഞാൻ പറഞ്ഞു ആയിരിക്കില്ല. പുള്ളി പറഞ്ഞു ഉറപ്പായിട്ടും ആയിരിക്കും. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ആയിരിക്കില്ല. അതെന്താ? ഞാൻ പറഞ്ഞു എന്നെ അമേരിക്കയിലോട്ട് വിളിച്ചിട്ടില്ല ഇതുവരെ. തന്നെയുമല്ല, ഞാൻ പാസ്പോർട്ട് എടുക്കാനും പോകും. പിന്നെ എങ്ങനെ പോകും? എന്നെ കൊണ്ട് ഈ പ്രവാചകന്മാർ മടുത്തതാ റിയലി. അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങൾക്കൊരു വിളി വരും, നിങ്ങൾ ഉറപ്പായിട്ട് പാസ്പോർട്ട് എടുക്കും, നിങ്ങൾ പോകും. ഞാൻ പറഞ്ഞു എന്തായാലും 1.5 വർഷത്തിനുള്ളിൽ ഞാൻ പോകില്ല. 2003 നടന്ന കാര്യം കേട്ടോ. ഞാൻ 2018 പാസ്പോർട്ട് എടുത്തത്. പാസ്പോർട്ട് എടുത്ത് ദോഹയിലേക്ക് ഒരു ചർച്ചക്കാരൻ എന്നെ വിളിച്ചപ്പോൾ എന്റെ പാസ്പോർട്ട് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പാസ്പോർട്ട് ഇല്ല, വേറെ ആരെങ്കിലും. ഞാൻ ഒഴിയാനാ നോക്കി ആദ്യം. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും പാസ്പോർട്ടിന്റെ പേര് വെച്ചാൽ നോട്ടീസ് അടിക്കാൻ പോകണം, 4 ദിവസം മതി പാസ്പോർട്ട് എടുക്കാൻ, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തു പറഞ്ഞു. നോട്ടീസ് പിന്നെ എനിക്ക് അയച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ എടുക്കുന്നു. 2018 ആ പ്രവചനം നടന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഈ പ്രവാചകന്മാരെ ശരിക്കും നമ്മളൊന്ന് പ്ലീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് രസകരമായ എന്തെങ്കിലും, പണ്ട് ഈ കലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഓർമ്മയുണ്ടോ? ഞാൻ കലിഡോസ്കോപ്പ് എന്നാന്ന് തോന്നുന്നു പറയുന്നത്. നമ്മൾ ഈ ഒരു ട്യൂബിലൂടെ നോക്കുമ്പോൾ ഫിലിം പെട്ടി, ചെറുപ്പത്തിലെ എന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഒക്കെ ഓർമ്മയുണ്ട്. ചെറുപ്പത്തിലെ ഫിലിം ബോക്സ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് കിട്ടും. അതിനകത്ത് ഫിലിം വെച്ചിട്ടേ, ഈ മൂവിയുടെ ഒക്കെ ഫിലിം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വലുതായിട്ട് കാണാം. അങ്ങനെ സാധനം കണ്ടിട്ടില്ല. അപ്പൊ അന്തക്കാലം എന്ത് കഷ്ടമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പിള്ളേർ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഈ ഫിലിം റോളൊക്കെ കിട്ടും, അത് കഷ്ണമായിട്ട് മുറിച്ച് ഒരു ചെറിയ പെട്ടിക്കകത്ത് വെച്ച് ലൈറ്റ് ഇടിപ്പിക്കുമ്പോൾ അതിനകത്ത് വലുതായിട്ട് കാണാം. ഓ, എന്തൊരു സന്തോഷം തന്നെയാണ്. ഇതുപോലെയാണ് പ്രവചനം. ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ചർച്ചിൽ ഫ്രണ്ട് ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. പ്രവാചകൻ വന്ന് നേരെ തലയ്ക്ക് വെച്ചിട്ട് നേഴ്സായിരിക്കാൻ ഒരു 30% ചാൻസ്.
അല്ലെങ്കിലും കുഴപ്പമില്ല. കല്യാണം കഴിച്ചാൽ എന്ന് പെട്ടെന്ന് അറിയാം. ഒരു ഫ്രണ്ടിലൊക്കെ ഇരിക്കുകയല്ലേ, കല്യാണം കഴിച്ച ഇത്തിരി പൊറോട്ട ഇരിക്കും, അങ്ങനെയൊക്കെയാ. അപ്പോ ഈ പുള്ളി തലയിലൊക്കെ വെച്ചിട്ട് ഈ കുട്ടിയോട് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, നിന്നെ തണുപ്പുള്ള ദേശത്ത്, എനിക്ക് ആ സ്റ്റൈൽ എന്ന് പറയുന്നില്ല. ഈ കൊച്ചു സത്യത്തിലെ ദൈവമേ ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷണറി ആയിട്ട് കല്യാണം കഴിച്ച് സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടിയായിരിക്കും. പക്ഷെ ഈ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് ആ പ്രത്യാശ എടുത്തു കളഞ്ഞിട്ട് ആ കാനഡ അമേരിക്ക സ്വപ്നം ഉള്ളിലേക്ക് കുത്തിവെക്കും. ഈ കുട്ടി വിചാരിക്കും, എന്റെ ദൈവം എന്നെ അങ്ങോട്ടായിരിക്കും വിടും, ഇനി അതിനു വേണ്ടി വിടുതലെടുക്കണം. നടക്കണ്ട, ഇനി അതിന് സ്ഥലം പണയം വെച്ചും ബാങ്ക് ലോൺ എടുത്തും എങ്ങനെയെങ്കിലും പോകാനുള്ള പണി. കാരണം ദൈവാലോചനയാണല്ലോ, ദൈവം പൈസ തരത്തില്ല, ആലോചന മാത്രമേ പറയൂ. പിന്നെ കടം മേടിച്ചു എങ്ങനെയെങ്കിലും അവിടെ, പിന്നെ വിടുതലെടുക്കാൻ വേണ്ടി ഇതേ പ്രവാചകൻ വിളിക്കും. ആ ക്യാൻഡലോട്ട് പോകാനുള്ള തടസ്സങ്ങളെ ഈ കച്ചവടമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങൾ കുരുങ്ങിയിട്ട് കർത്താവിനെ കുറ്റം പറയരുത്. കർത്താവ് ഇങ്ങനൊന്നും വാഗ്ദത്തം പറഞ്ഞിട്ടില്ല. അവന്റെ വാഗ്ദത്തങ്ങൾ അതിമഹത്തായതും നിലനിൽക്കുന്നതും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്നതോ. ഞാൻ തൃശ്ശൂരിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയപ്പം 10 മണി തൊട്ട് 3:30 വരെ കണ്ടിന്യൂസ് പ്രസംഗം. ആലോചിച്ച് എനിക്ക് സ്റ്റോപ്പില്ല. 1:30 ആയപ്പോ ഞാൻ നിർത്തിയാലോ എന്നൊരു ആലോചന ഇങ്ങനെ ആംഗ്യം കൊണ്ട് കാണിച്ച് പറഞ്ഞു, ഇല്ല പൊക്കോട്ടെ വിശന്നിട്ട് വയ്യ, വെള്ളം പോലും ഇല്ല. 3:30 ആയി കഴിഞ്ഞപ്പം ഒരു ആന്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു കേട്ടോ എന്ന്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം അത് ശരിക്ക് തിന്നുന്നുണ്ട്. അതുകൊണ്ട് മാനസാന്തരം അല്ല ഉണ്ടാകുന്നത്, അപ്രീസിയേഷൻ ഉണ്ടാകുന്നു എന്തെങ്കിലും ആയിട്ട്. ഉടനെ വചനം കേട്ട് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ലെന്നല്ല. കർത്താവെ നീ എന്നോട് ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ആത്മാവ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട് പാസ്റ്റർ. ഞാൻ എന്താ? എന്റെ മകന് അമേരിക്കയിലേക്കും കാനഡയിലേക്കും പോകാനുള്ള സ്കോളർഷിപ്പ് റെഡി ആയിട്ടുണ്ട്. എവിടെ പോകുന്നതാണ് ദൈവത്തിന്റെ ഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ആന്റി മുകളിലോട്ട് പോകുന്നതാണ് ദൈവത്തിന്റെ ഹിതം. താഴോട്ട് ഏതൊക്കെ സ്ഥലത്ത് പോകണമെന്ന് പറയാൻ എനിക്ക് അറിയാൻ വേണം, എന്നെ അത് ഏൽപ്പിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് അത് അത്ര കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റിനെ തൃശ്ശൂർ പോയി കാണും. അവര് നിങ്ങളോട് പറയും കാനഡയാണോ അമേരിക്കയാണോ. എന്നെ സംബന്ധിച്ച് ഒരു വാക്ക് ഞാൻ പറയാം, കാനഡയിലായാലും അമേരിക്കയിലായാലും എവിടെ പോയില്ലെങ്കിലും മുകളിലോട്ട് പോകാനുള്ള പണി തോന്നി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം പാസ്റ്റർമാർക്ക് ഇങ്ങനെ പറയാൻ പേടിയാ, കാരണം ഈ അഭിഷേകം ഇല്ലെന്ന് വിചാരിക്കും ജനം. അപ്പൊ എന്ത് ചോദിച്ചാലും പാസ്റ്ററുടെ കയ്യിൽ എന്തെങ്കിലും വേണം. ഇല്ലെങ്കിൽ ഈ മനുഷ്യനെ വേറെ പാസ്റ്റർ മാറ്റി വെക്കാം, കാനഡയിലോട്ട് പോകണം, അതാണ് ഇമ്പോർട്ടന്റ്, സ്വർഗമൊക്കെ. അപ്പൊ അവരവർക്ക് വേണ്ട ഉപദേശികളെ പെരുകുന്നു, അവരവർക്ക് വേണ്ട ഉപദേശികളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നു, ഉപവാസപ്രാർത്ഥന എടുപ്പിക്കുന്നു, ആലോചന കേൾക്കുന്നു. 4 ആലോചന കേട്ട് നിങ്ങളുടെ കുറെ പൈസ ആയിട്ട് അയാൾ പോകും. ഇതിനിടയിൽ കലീഡോസ്കോപ്പിലൂടെ മൂവി കണ്ട പോലെ ഈ കൊച്ച് ആകാശത്തിലുള്ള ഫ്ലൈറ്റിൽ പോകുന്ന കാണുന്നു, സ്വപ്നം കാണുന്നു, ആ കുളിർമ അനുഭവിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ആളുടെ അടുത്തേക്ക് പ്രവാചകൻ പോകുമ്പോൾ പുള്ളിക്കാരി പഴയ ലൈഫിലോട്ട് തിരിച്ചു പോകും. സ്ട്രഗിൾ. പ്രിയ സഹോദരങ്ങളെ, എന്താണിത്? എന്താ നമുക്ക് സംഭവിച്ചെന്നറിയോ? നമുക്ക് സംഭവിച്ച പ്രത്യാശ ഇവരെല്ലാണ്ട് അടിച്ചു മാറ്റി, പകരം മോഹങ്ങളെയും കൊണ്ട് നിറച്ചു. സ്വർഗത്തിൽ പോകാനുള്ള ഒരു കുഞ്ഞു ഞരക്കം പോലും ഇന്ന് സഭയ്ക്കകത്ത് കാണാനില്ല. കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പില്ല. ഇന്ന് രാത്രി വരുവോ? ഉറപ്പില്ല, ധൈര്യമില്ല, വിശ്വാസമില്ല. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഇത് അന്ത്യകാലത്ത് ദൈവം സകല സഭകളോടും പറയുന്ന വാണിംഗ് ആണ്. I did not come to you as a preacher to give a class. ദൈവത്തിന്റെ ആലോചന എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. ഓക്കെ, അതിമഹത്തായ വാഗ്ദത്തങ്ങളെ ദൈവം തന്നിരിക്കുന്നു. അവയാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഈ അതിമഹത്തായ വാഗ്ദത്തങ്ങളെ, അതാണ് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച. അവയാൽ അവൻ നമുക്ക് വിലയിരുത്തും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ, ഏവയാൽ? ഈ വാഗ്ദത്തങ്ങൾ. അവയാൽ, ഇവയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടി വരുന്നു. മോഹം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടൊഴിയാൻ വേണ്ടി കർത്താവ് തരുന്ന ആയുധമാണ് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. ഇപ്പൊ നമ്മള് വിസ അന്വേഷിച്ച് പോവാണ്, ജീവിക്കാൻ പൈസ ഉണ്ട്, പക്ഷെ മതിയാവുന്നില്ലാത്തതുകൊണ്ട് പോവാണ്. ഇപ്പൊ കർത്താവ് ഇങ്ങോട്ട് വാ. എന്തിന്? അതിമഹത്തായതൊന്നും ഞാൻ കാണിച്ചു തരാം.
എന്തിനുണ്ടെന്നറിയോ? ഈ ലോകത്തിന്റെ മോഹത്തെ പോയി നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിമഹത്തായ വാഗ്ദത്തങ്ങളെ കുറിച്ച് ധ്യാനിച്ചാൽ നമുക്ക് എന്താ പ്രയോജനം? നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പോയി നശിക്കില്ല. അതാണ് നമ്മുടെ പ്രയോജനം. അപ്പം ലോകത്തിന്റെ മോഹങ്ങളിൽ പോയി നശിക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത് എന്താ ഉണ്ടാകുന്നത്? നമ്മൾ അവന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് പോകും. ദിവ്യ സ്വഭാവത്തിന്റെ പാർട്ട്നേഴ്സ് ആവും. ഏത് വഴിയില? ഇടുക്കു വഴിയിലാണോ വിശാലമായ വഴിയിലാണോ ദിവ്യ സ്വഭാവത്തിന്റെ പാർട്ട്നേഴ്സ് ആകുന്നത്? ഞാനൊരു എക്സാമ്പിളിൽ പറയാം. 2007 ആന്ധ്രയിൽ ഞാനായിരിക്കും, 2005 ആന്ധ്രയിൽ ഞാനായിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലൂടെ പോകുന്ന ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ റിയൽ പോവർട്ടി. ആഹാരം ഉണ്ട്, പക്ഷെ കറി വെക്കാനൊന്നുമില്ല. ഗ്യാസ് ഇല്ല, മണ്ണെണ്ണ വാങ്ങിക്കാൻ പോലുള്ള പൈസ ഇല്ല. 40 രൂപ അടുത്ത കടയിൽ കടം. വീട്ടിലൊരു ചെയർ ഇടാൻ പറ്റുന്നില്ല. 2 പായ ഉണ്ട്, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന്. അതിനകത്ത് ആരെങ്കിലും വന്ന് അവിടെ ഇരുത്താനേ പറ്റൂ. കട്ടിലില്ല, ഒന്നുമില്ല, ഒരു വകയുമില്ല. അപ്പൊ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുന്നു. സ്വപ്നമാണോ ദർശനമാണോ എന്ന് കേട്ട് കഴിയുമ്പോൾ പറയണേ. ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരു പാറയുടെ മുകളിലൂടെ, മുള്ളിനിടയിലൂടെ എഴഞ്ഞിഴഞ്ഞു പോവാം. ദേഹം മുറിയുന്നുണ്ട്, സ്വപ്നമായതുകൊണ്ട് വേദനയില്ലെന്നോ. അപ്പൊ ഞാൻ ഈ മുള്ളിനിടയിലൂടെ താഴോട്ട് നോക്കും. നല്ലൊരു റോഡ്, ടാറിട്ട റോഡ് ഇതിന് സമാന്തരമായിട്ട് പോകുന്നു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ പറയാ, കർത്താവേ, എൻ്റെ കഷ്ടതകൾ കണ്ടിട്ട് നീ എനിക്കൊരു വഴി തുറന്നതിനായിട്ട് സ്തോത്രം എന്ന് സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞു. കണ്ണു തുറന്നു. ദർശനമാണോ സ്വപ്നമാണോ? കണ്ണു തുറക്കലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം എനിക്കുണ്ടായി. നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേ കടക്കുന്നവർ അനേകരും. നിങ്ങൾക്കറിയോ, 3 ആഴ്ച കഴിഞ്ഞപ്പം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എത്ര രൂപ വേണം ഓങ്കോളിൽ സുവിശേഷ വേലയ്ക്ക്, മിഷൻ പ്രവർത്തനത്തിന്? നിങ്ങൾ പറയുന്ന തുക, ഇതാ ചെക്ക് ബുക്ക്, അക്കൗണ്ട് മാത്രം കൃത്യമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. ഞങ്ങൾക്ക് നിങ്ങളെ അത്രയും വിശ്വാസമാണ്. കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? നാശത്തിലേക്കുള്ള വഴി വിശാലം. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഐ എം റിയലി സോറി. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഒരു ആള് വിളിച്ചോണ്ട് വന്നേ. അദ്ദേഹം എന്നോട് 10 വർഷം കഴിഞ്ഞ പിന്നെ വർത്താനം പറഞ്ഞു, ദേഷ്യംകാരൻ. കാരണം അത്രയും കഷ്ടപ്പെട്ട് കാല് പിടിച്ച് ഇങ്ങനെ ഒരു സഹോദരനുണ്ട്, സഹായിക്കണം, ഭയങ്കര കഷ്ടതയാണെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അയാൾക്ക് വേണം. അപ്പൊ പുള്ളി വളരെ ലജ്ജിതനായിപ്പോയി അവരുടെ മുമ്പിൽ. കർത്താവ് സമ്മതിക്കില്ല. ഞാൻ പിന്നെ ആലോചിച്ചു, അന്നത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളില് ഒരു HIV കെയർ സെന്റർ തുടങ്ങിയേനെ, ഒരു സ്കൂൾ തുടങ്ങിയേനെ, ഹോസ്റ്റൽ തുടങ്ങിയേനെ. ഇപ്പം ഈ വെള്ളിയാഴ്ച ദിവസം, ഈ ആഴ്ച ആരൊക്കെ വീട്ടിൽ പോകാനുണ്ട്, അടുത്ത ആഴ്ചയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, അമേരിക്കയിലുള്ള കണക്ക് അയച്ചോ, പൈസയുടെ ബാലൻസ് എത്രയുണ്ട്, റിപ്പോർട്ട് അയക്കണം, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നോക്കണം, പിള്ളേരുടെ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇങ്ങനെ നോക്കി അവിടെ ഇരുന്നേനെ. പ്രായമാകുമ്പം ഞാൻ പറഞ്ഞേനെ, ഒന്നുമില്ലാത്ത വൈബ്രേഷൻ, വിത്ത് വൈബ്രേഷൻ, ഒന്നുമില്ലാത്തവനായി ഞാൻ ആന്ധ്രയിലേക്ക് വന്നു. ഇപ്പൊ എനിക്ക് എല്ലാം ദൈവം തന്നു ബ്രദറേ. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ, ഇടുക്ക് വഴിയെ കുറിച്ച് പ്രസംഗിക്കാൻ, ജീവനെ കുറിച്ച് പ്രസംഗിക്കാൻ ദൈവം എന്നെ വിളിച്ചതായിരുന്നു. ഞാൻ ഇടയ്ക്ക് പരിജ്ഞാനത്തിന്റെ ഓട്ടം നിർത്തി വിശാലമായ വഴിയിലോട്ട് കയറി നശിച്ചു പോയതാണെന്ന്. ഈ കാണുന്ന സെലിബ്രേഷൻ എല്ലാം കർത്താവിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് വന്നതല്ലെന്ന് ഞാൻ അവിടെ ചെന്നേ മനസ്സിലാക്കുള്ളൂ. അതുവരെ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കരമായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നായിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിങ്ങളെ ഇത് ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ദൈവം ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവ നമുക്ക് ദോഷമായി ഒന്നും വരുത്തുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഗോഡ് നെവർ അബാൻഡൻസ് ഹിസ് സെയിൻസ്. അവന്റെ മക്കളെ ഒരിക്കലും ദൈവം ഉപേക്ഷിച്ച് കളയുന്നില്ല. അവന്റെ ആശ്വാസത്തിന്റെ കരം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല. And he is always there for us. We stand for him. സഹോദരങ്ങളെ, യൗവനക്കാരെ, നിങ്ങളുടെ അടുത്ത തലമുറ വരുമ്പോഴേക്കും എന്തെങ്കിലും വിശ്വാസം ബാക്കി കാണുമെന്ന് ഉള്ള പേടി കൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ്. ഡോണ്ട് ലുക്ക് അറ്റ് ദ റിലീജിയൻ അറൌണ്ട് യു, ദ റിലീജിയസ് ഫിൽത്ത് that would corrupt you. Look unto the Lord and he will use you in the generations to come. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
3 ദിവസം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു, അവസരം തന്നു. ഇനിയും ദൈവം അനുവദിച്ചാൽ നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥന. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സഭയെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു, എന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ ദിവസങ്ങളിൽ അവിടെ ഞങ്ങളോട് സംസാരിച്ച മുന്നറിയിപ്പുകൾക്ക്, സന്തോഷങ്ങൾക്ക്, ആശ്വാസങ്ങൾക്ക് എല്ലാം നന്ദി പറയുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ജീവനായി, ജീവന്റെ വെളിപ്പാടായി, അനേകരിലേക്ക് ഒഴുകുന്ന ജീവന്റെ നദികളായി ഞങ്ങളിൽ വെളിപ്പെടുത്തുന്നു. ഇനിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.